بسم الله الرحمن الرحيم الذين كفروا وصدوا عن سبيل الله أضل أعمالهم والذين آمنوا وعملوا الصالحات وآمنوا بما نزل على محمد وهو الحق من ربهم كفر عنهم سيئاتهم وأصلح بالهم ذلك بأن الذين كفروا اتبعوا الباطل وأن الذين آمنوا اتبعوا الحق من ربهم كذلك يضرب الله للناس أمثالهم فإذا لقيتم الذين كفروا فضرب الرقاب حتى إذا أثخنتموهم فشدوا الوثاق فإما منا بعد وإما فداء حتى تضع الحرب أوزارها ذلك ولو يشاء الله لانتصر منهم ولكن ليبلو بعضكم ببعض والذين قتلوا في سبيل الله فلن يضل أعمالهم سيهديهم ويصلح بالهم ويدخلهم الجنة عرفها لهم يا أيها الذين آمنوا إن تنصروا الله ينصركم ويثبت أقدامكم والذين كفروا فتعسا لهم وأضل أعمالهم ذلك بأنهم كرهوا ما أنزل الله فأحبط أعمالهم أفلم يسيروا في الأرض فينظروا كيف كان عاقبة الذين من قبلهم دمر الله عليهم وللكافرين أمثالها ذلك بأن الله مولى ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة ബഹുമാന്യരായ രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ,
പ്രപഞ്ച സ്രഷ്ടാവും നിയന്താവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരായി ജീവിച്ച് അല്ലാഹു ഇഷ്ടപ്പെടുന്ന മുത്തഖികളും മുസ്ലിമുകളുമായി മരണപ്പെടാൻ നാം എല്ലാവരും എപ്പോഴും ശ്രമിക്കണം എന്നുണർത്തുകയും റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. കേരളത്തിലെ നവോത്ഥാന ചരിത്രത്തിൽ സുപ്രധാന ദൗത്യങ്ങൾ ഏറ്റെടുക്കുകയും ഈ സമൂഹത്തിന് കൃത്യമായ ദിശാബോധം നൽകുകയും ചെയ്ത മുജാഹിദ് പ്രസ്ഥാനമാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. കേരളത്തിൽ മത, സാമൂഹ്യ, സാംസ്കാരിക, രാഷ്ട്രീയ രംഗങ്ങളിൽ വളരെ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് സംഘടനകളും പ്രസ്ഥാനങ്ങളുമുണ്ട്. ഈ പ്രസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മുജാഹിദുകൾ ഇവിടെ നിർവഹിക്കുന്ന ദൗത്യം മനുഷ്യ സമൂഹത്തിന്റെ ആത്യന്തിക മോക്ഷത്തിന്റെ സന്ദേശമെന്ത് എന്ന് ആളുകളെ പഠിപ്പിക്കലാണ്. ഏറ്റവും പ്രധാനമായി അല്ലാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്ന, വിശുദ്ധ ഖുർആൻ അംഗീകരിക്കുകയും അവസാന ദൂതനായി നിയോഗിക്കപ്പെട്ട മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഈ മുസ്ലിം സമൂഹത്തിന്റെ വിശ്വാസ കർമ്മ രംഗങ്ങളിൽ സംഭവിച്ച അപചയങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുക എന്നതാണ് ഏറ്റവും വലിയ ദൗത്യമായി മുജാഹിദുകൾ നിർവഹിക്കുന്നത്. നമുക്കറിയാം, മനുഷ്യ സമൂഹത്തെ സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് എങ്ങനെയാണ് മനുഷ്യർ ജീവിക്കേണ്ടത് എന്നും തങ്ങളുടെ ജീവിതത്തിൽ മനുഷ്യർ സ്വീകരിക്കേണ്ട ആദർശങ്ങളും സന്ദേശങ്ങളും എന്താണ് എന്നും അവരെ കൃത്യമായി പഠിപ്പിക്കുവാൻ മനുഷ്യരിൽ നിന്ന് തന്നെ ദൂതന്മാരെ തെരഞ്ഞെടുത്ത് നിയോഗിച്ചിട്ടുണ്ട്. വ്യത്യസ്തമായ കാലഘട്ടങ്ങളിൽ, വ്യത്യസ്തമായ പ്രദേശങ്ങളിൽ, വ്യത്യസ്തമായ സമൂഹങ്ങളിൽ ഇങ്ങനെ ദൂതന്മാർ കടന്നു വരികയും ഈ സന്ദേശം മനുഷ്യ സമൂഹത്തിന് എത്തിച്ചു കൊടുക്കുകയും ചെയ്തു. എന്നാൽ ഈ സന്ദേശം എല്ലാ ആളുകളും എല്ലാ കാലത്തും അംഗീകരിച്ചില്ല. അല്ലാഹുവിന്റെ ദൂതന്മാർ വന്നപ്പോൾ ആ ദൂതന്മാർ പറഞ്ഞത് കേൾക്കുകയും അംഗീകരിക്കുകയും വിശ്വസിക്കുകയും അവർ പറഞ്ഞത് ശരിയാണ് എന്ന് മനസ്സിലാക്കുകയും ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും പരീക്ഷണങ്ങളും നേരിടേണ്ടി വന്നിട്ട് പോലും ആ ദൂതന്മാർ പഠിപ്പിച്ച മാർഗത്തിൽ അടിയുറച്ച് നിൽക്കുകയും ചെയ്തവർ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ദൂതന്മാർ തങ്ങളുടെ ഇടയിലേക്ക് കടന്നു വന്ന സന്ദർഭങ്ങളിൽ
ഏതൊക്കെ തരത്തിൽ സത്യത്തിന്റെ സന്ദേശവുമായി കടന്നു വന്ന ദൈവദൂതന്മാരെ ആക്ഷേപിക്കാനും അപഹസിക്കാനും ഒറ്റപ്പെടുത്തുവാനും അവരെ ആക്രമിക്കുവാനും അവരുടെ പ്രബോധന ദൗത്യം തടസ്സപ്പെടുത്തുവാനും സാധിക്കുമോ, ആ തരത്തിലൊക്കെ പ്രവാചകന്മാരുടെ അനുയായികൾക്ക് ഉപദ്രവമുണ്ടാക്കാനുള്ള ശ്രമങ്ങളും ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ ദൂതന്മാർ തങ്ങളുടെ ഇടയിലേക്ക് കടന്നു വന്നപ്പോൾ അവർ പറഞ്ഞത് അംഗീകരിക്കുകയും സ്വീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത സമൂഹം കാലങ്ങളേറെ കഴിയുന്നതിന് മുമ്പ് തന്നെ അള്ളാഹുവിന്റെ ദൂതന്മാർ പഠിപ്പിച്ച മാർഗത്തിൽ നിന്ന് അകന്നുപോയതായും ചരിത്രത്തിലും നമുക്ക് കാണാൻ കഴിയും. ഞാനിത് പറയാനുള്ള കാരണം, ലോകത്ത് അള്ളാഹുവിന്റെ സന്ദേശത്തിന്റെ അവസ്ഥ ഇതാണ് എന്ന് നാം മനസ്സിലാക്കാനാണ്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച അള്ളാഹു സുബ്ഹാനഹു വ തആല ലോകത്തുള്ള എല്ലാ മനുഷ്യരും അനുഭവിക്കുന്നത് ഒരേ സൂര്യന്റെ വെളിച്ചം, ലോകത്ത് എല്ലാ മനുഷ്യരും അനുഭവിക്കുന്നത് ഒരേ റബ്ബ് നൽകുന്ന വെള്ളം, ലോകത്തെല്ലാ മനുഷ്യരും ശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് ഒരേ റബ്ബ് ഏർപ്പെടുത്തിയ സംവിധാനമനുസരിച്ച്. ഈ ലോകത്തിന്റെ മറ്റ് പ്രാപഞ്ചിക സംവിധാനങ്ങളൊക്കെ ഒരേ രൂപത്തിൽ നടക്കുന്നു. എന്നാൽ മനുഷ്യനെ സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മനുഷ്യരെല്ലാവരും ഒരേ ആദർശമനുസരിച്ച് ഒരേ രൂപത്തിൽ ശ്വസിക്കുന്നത് പോലെ, ഒരേ ശാരീരിക സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയതുപോലെ എല്ലാ മനുഷ്യരും കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നു, ചെവി കൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നു. അത് ഇന്ന് ജീവിച്ചിരിക്കുന്നവനായാലും നൂറ്റാണ്ടുകൾ മുമ്പ് ജീവിച്ചവനായാലും അവർ കാണാൻ ഉപയോഗിച്ചത് കണ്ണാണ്, കേൾക്കാൻ ഉപയോഗിച്ചത് ചെവിയാണ്, അതേപോലെ തന്നെ നടക്കാൻ ഉപയോഗിച്ചത് കാലാണ്. എന്നാൽ ഇങ്ങനെ എല്ലാ തരത്തിലും യോജിപ്പുള്ള മനുഷ്യർ, ഈ മനുഷ്യർ മുഴുവൻ ആ റബ്ബിന്റെ ഏകനായ ഒരേ സൂര്യനെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, ഒരേ ചന്ദ്രനെ കണ്ടുകൊണ്ടിരിക്കുന്ന, ഒരേ ഭൂമിയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ മനുഷ്യർ മുഴുവൻ ഒരേ റബ്ബിന്റെ ഒരേ സന്ദേശം അംഗീകരിച്ച് ജീവിക്കുന്നവരായിരിക്കണം എന്ന ഒരു നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പെടുത്തിയില്ല. മറിച്ച് മനുഷ്യരുടെ മുമ്പിൽ സന്ദേശം നൽകി, നിങ്ങൾക്ക് ഇത് കേൾക്കാം, പഠിക്കാം, മനസ്സിലാക്കാം. ഏതാണ് നിങ്ങൾക്ക് ശരിയാണ് എന്ന് തോന്നുന്നുവെങ്കിൽ, മനസ്സിലാകുന്നുവെങ്കിൽ അംഗീകരിക്കാം. പക്ഷേ ആ ശരിയെ അംഗീകരിക്കുന്നതാരാണോ, പ്രവാചകന്മാർ കൊണ്ടുവരുന്ന അള്ളാഹുവിന്റെ ദൂതന്മാർ നൽകുന്ന ഈ ശരിയായ സന്ദേശത്തെ അംഗീകരിക്കുന്നതാരാണോ, അവർക്ക് മാത്രമാണ് പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയുന്നത്. ഭൗതികമായ അനുഗ്രഹങ്ങൾ ഒരുപാട് ലഭിച്ചേക്കാം, ഭൗതികമായ നന്മകൾ ഒരുപാട് അനുഭവിക്കാൻ കഴിഞ്ഞേക്കാം. ഭൗതികമായ പുരോഗതിക്കോ അധോഗതിക്കോ ഈ നിയമം സ്വീകരിക്കുന്നു എന്നത്, ഈ ദീൻ അംഗീകരിക്കുന്നു എന്നതൊരു മാനദണ്ഡമേ അല്ല. അതുകൊണ്ട് തന്നെ പരലോക മോക്ഷമാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ ഈ ചുരുങ്ങിയ കാലത്തെ ജീവിതത്തിന് ശേഷമുള്ള മരണം, ആ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിലുള്ള സുഖവും സൗഖ്യവുമാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ ഈ സന്ദേശം അംഗീകരിക്കേണ്ടതുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയായിരുന്നു. അവസാന ദൂതനായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടു. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റസൂലിലൂടെ ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യർക്കും മാർഗദർശക ഗ്രന്ഥമായി വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു. ആ ദൂതൻ തന്റെ ജീവിതത്തിലൂടെ ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യരും അംഗീകരിക്കേണ്ട ജീവിത രീതി, മാർഗം, വിശ്വാസം, കർമ്മം എന്താണ് എന്ന് ഈ സമൂഹത്തെ പഠിപ്പിച്ചു. ഇനിയൊരു പ്രവാചകൻ വരാനില്ല, ഇനിയൊരു വേദഗ്രന്ഥം അവതരിപ്പിക്കപ്പെടാനില്ല. മുസ്ലിങ്ങളുടെ ബാധ്യത എന്ത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അവസാന ദൂതനിലൂടെ മനുഷ്യ സമൂഹത്തെ പഠിപ്പിച്ച കാര്യം അതക്ഷരം പ്രതി അംഗീകരിച്ച് പിൻപറ്റി ജീവിക്കുക, അങ്ങനെ പരലോകമോക്ഷം നേടിയെടുക്കുക എന്നതാണ് മനുഷ്യന് നിർവഹിക്കാനുള്ളത്. എന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മനുഷ്യ സമൂഹത്തിന്റെ ചരിത്രത്തിലെമ്പാടും നമുക്ക് കാണാൻ കഴിയുന്നത് പോലെ
ഈ പ്രവാചകൻ അംഗീകരിക്കുന്ന ആളുകളൊക്കെ എല്ലാ കാലത്തും പ്രവാചകന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുമെന്നോ അവർക്ക് യാതൊരു തരത്തിലുള്ള വ്യതിയാനങ്ങളും വന്നു പോവുകയില്ലെന്നോ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകളിൽ അവർ അകപ്പെടുകയില്ല എന്നോ അള്ളാഹു പറയുന്നില്ല, അള്ളാഹുവിന്റെ റസൂല് പറയുന്നില്ല. നോക്കൂ, നാം മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം നമുക്കറിയാം. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന സന്ദേശവുമായി മൂസാ നബി അലൈഹിസ്സലാം കടന്നു വന്നു. പലപ്പോഴും നമ്മുടെ ഇടയിൽ പലരും ചോദിക്കാറുള്ള, സംശയിക്കാറുള്ള ഒരു കാര്യമാണ്, എന്തിനാണ് മുജാഹിദുകൾ ലാ ഇലാഹ ഇല്ലല്ലാ പറയുന്നത്? ഇവിടെ ഒരുപാട് സംഘടനകളുണ്ട്, കാലാകാലമായി ഇവിടെ ആളുകൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ നൂറ്റാണ്ടുകളായി മുസ്ലിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ നൂറ്റാണ്ടുകളായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങളുടെ ഇടയിലേക്ക് 1920കളിൽ എന്തിനോ ഒരു സംഘടന കടന്നു വന്നു. മുസ്ലിങ്ങൾക്കിടയിൽ ഭിന്നിപ്പിന്റെ വിഷബീജവുമായി ഐക്യത്തോടെ ജീവിക്കുകയായിരുന്ന, സ്നേഹത്തോടെ ജീവിക്കുകയായിരുന്ന, യാതൊരു തരത്തിലുള്ള ഭിന്നതയും അഭിപ്രായ വ്യത്യാസവും ഇല്ലാതിരുന്ന മുസ്ലിങ്ങളുടെ ഇടയിലേക്ക് ഭിന്നിപ്പിന്റെ സന്ദേശവുമായി എന്തിനാണ് മുജാഹിദുകൾ കടന്നു വന്നത് എന്ന് ചോദിക്കുന്ന ഒരുപാട് ആളുകളെ, സംശയിക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ കഴിയും. ആ ആളുകളുടെ തെറ്റിദ്ധാരണക്കുള്ള മറുപടിയാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. മുജാഹിദുകൾ ഒരു ഭിന്നിപ്പിന്റെ സന്ദേശവുമായി കടന്നു വന്ന ആളുകളല്ല. മുജാഹിദുകൾ ഈ സമൂഹത്തിൽ ഛിദ്രതയുണ്ടാക്കാൻ വേണ്ടി കടന്നു വന്ന ആളുകളല്ല. മുജാഹിദുകൾ ഇവിടെ നിലനിന്നിരുന്ന ഒരു ഐക്യം തകർത്തുകൊണ്ട് കടന്നു വന്നവരല്ല. മറിച്ച് ഇവിടെ അപ്പോഴും ഭിന്നിപ്പുകൾ ഉണ്ടായിരുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ ഭിന്നിപ്പുണ്ടായിരുന്നു. ഇന്നും നമുക്കറിയാമല്ലോ, ഈ കോഴിക്കോട് ജില്ലയിൽ ഇന്ത്യ രാജ്യവുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളം വളരെ ചെറിയൊരു സംസ്ഥാനം. ഈ സംസ്ഥാനത്തെ ചെറിയൊരു ജില്ലയായ കോഴിക്കോട്, ആ കോഴിക്കോട് ഇന്നും 2 കാളിമാരുണ്ട്, ചെറിയ കാളിയും വലിയ കാളിയും. എങ്ങനെയാ കാളിമാരുണ്ടായത്? കേരളത്തിലെ മുസ്ലിങ്ങൾ ഐക്യത്തോടുകൂടി, കോഴിക്കോട്ടെ മുസ്ലിങ്ങൾ ഐക്യത്തോടുകൂടി ജീവിക്കുകയായിരുന്നുവെങ്കിൽ കോഴിക്കോട് ഒരു ചെറിയ കാളിയും വലിയ കാളിയും ഉണ്ടാകുമായിരുന്നോ? ഈ കാളിമാർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. എന്തായിരുന്നു അഭിപ്രായ വ്യത്യാസത്തിന്റെ തുടക്കം? ഇസ്ലാമുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കാര്യങ്ങളായിരുന്നില്ല. മറിച്ച് കോഴിക്കോട് കുറ്റിച്ചിറ പ്രദേശത്ത് ഉണ്ടായ ഒരു തർക്കം. കല്യാണത്തിന് പുതിയാപ്പിള പോകുമ്പോൾ, പെണ്ണിന്റെ വീട്ടിലേക്ക് പുതിയാപ്പിള ഇറങ്ങിപ്പോകുമ്പോൾ, ആ പുതിയാപ്പിള ഇറങ്ങുന്ന സമയത്ത്, പാട്ടുപാടുന്ന സമയത്ത് കൈമുട്ടാൻ പാടുണ്ടോ അതല്ല മുട്ടാൻ പാടില്ലേ എന്നതായിരുന്നു തർക്കം. പുതിയാപ്പിള ഇറങ്ങുമ്പോ കൈ മുട്ടണോ മുട്ടണ്ടേ തർക്കമായി. ഒരു ഭാഗത്തുള്ള ആളുകൾ മുട്ടണമെന്ന് പറഞ്ഞു, മറുഭാഗത്തുള്ളവർ മുട്ടേണ്ടതില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ കൈമുട്ടതിനെ ചൊല്ലിയുണ്ടായ തർക്കം കോഴിക്കോട് കാളിമാരുടെ പൂർവികന്മാരിൽപ്പെട്ട ആളുകൾ മരിച്ചാൽ കുറ്റിച്ചിറ മിസ്കാൽ പള്ളിയിൽ മറവ് ചെയ്യാൻ പോലും അനുവദിക്കാത്ത, മുട്ടാൻ പാടില്ലെന്ന് പറഞ്ഞവരെ മുട്ടുന്നവരുടെ പള്ളിയിൽ മറവ് ചെയ്യില്ല. മുട്ടുന്നവരുടെ ബന്ധുക്കൾ മരിച്ചാൽ മുട്ടാൻ പാടില്ലാത്തവരുടെ പള്ളിയിൽ മറവ് ചെയ്യില്ല. എന്നിങ്ങനെ തുടങ്ങി ഒരുപാട് ഭിന്നതകൾ ഈ കോഴിക്കോട് പോലും നിലനിന്നിരുന്നു. പൊന്നാനിക്കൈക്കാരെന്ന്, കൊണ്ടോട്ടിക്കൈക്കാരെന്ന് ആളുകൾ വേർതിരിഞ്ഞു നിന്ന ഒരവസ്ഥ കേരളത്തിൽ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. മദ്ഹബിന്റെ പേരിലുള്ള ഭിന്നതകളും തർക്കങ്ങളും കേരളത്തിലെമ്പാടുമുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, 1921 വരെ ഐക്യത്തോടുകൂടി ജീവിച്ചു വന്നിരുന്നവരാണ് കേരളത്തിലെ മുസ്ലിം സമൂഹം എന്നത് ചരിത്രമറിയുന്ന, ചരിത്രം പഠിക്കുന്ന ഒരാൾക്കും തന്നെ പറയാൻ കഴിയില്ല. ഈ സമൂഹത്തിനിടയിൽ മുജാഹിദ് പ്രസ്ഥാനം കടന്നു വന്നു, ശരിയാണ്. ആ മുജാഹിദ് പ്രസ്ഥാനം കടന്നു വന്നപ്പോൾ മുജാഹിദുകളായവർ ഒരു ഭാഗത്തും മുജാഹിദുകളല്ലാത്തവർ മറുഭാഗത്തുമായി ഭിന്നതയുണ്ടായിട്ടുണ്ട്. നേരത്തെ മുട്ടുന്നവർ ഒരു ഭാഗത്തും മുട്ടാത്തവർ മറുഭാഗത്തുമായി ഭിന്നതയുണ്ടായി. ഹനഫികൾ ഒരു ഭാഗത്തും ശാഫിഈകൾ മറുഭാഗത്തുമായി ഭിന്നതയുണ്ടായി. അതേപോലെ തന്നെ പലതരത്തിലുള്ള ഭിന്നതകൾ മുമ്പുണ്ടായി. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി മുജാഹിദുകൾ വന്നപ്പോഴുണ്ടായ ഭിന്നിപ്പ് അത് ആദർശത്തിന്റെ പേരിലായിരുന്നു. എന്തുകൊണ്ട് അത്തരമൊരു ഭിന്നിപ്പുണ്ടായി? എന്തുകൊണ്ട് അത്തരമൊരു ചർച്ച കേരളത്തിലുണ്ടായി? അതാ ഞാൻ പറഞ്ഞത്, മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന സന്ദേശവുമായി മൂസാ നബി കടന്നു വന്നു. ഫിർഔനിന്റെ അരികിലെത്തി ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞു.
അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയിലൂടെ മുഅ്ജിസത്ത് പ്രകടമാക്കി. ഫിർഔൻ അംഗീകരിക്കാൻ തയ്യാറായില്ല. അവസാനം മൂസായുടേത് കേവലം സിഹർ മാത്രമാണ്, മാരണം മാത്രമാണ്. അതുകൊണ്ട് ആ മാരണത്തെ പരാജയപ്പെടുത്താൻ തന്റെ നാട്ടിലുള്ള മാരണക്കാർക്ക് കഴിയുമെന്ന വിശ്വാസത്തോടുകൂടി ഒരു വെല്ലുവിളി അവിടെ ഉണ്ടായി. ഒരു മത്സരത്തിന് തയ്യാറാണോ? മൂസാ നബി പറഞ്ഞു തയ്യാറാണ്. മൂസാ നബി അലൈഹിസ്സലാം ഒരു ഭാഗത്ത്, ഫിർഔനിന്റെ മാരണക്കാർ മറുഭാഗത്ത്. കൂടിയിരിക്കുന്ന ജനങ്ങളുടെ മുമ്പിൽ ഏതാണ് സത്യത്തിന്റെ മാർഗം എന്ന് തെളിയാൻ പോകുന്ന സമയം ഈ ആളുകൾ മൂസാ നബി അലൈഹിസ്സലാമിനോട് ചോദിച്ചു, അല്ല മൂസ, ഞങ്ങളാണോ ഞങ്ങളുടെ വടി നിലത്തേക്കിടേണ്ടത്, അതല്ല നീയാണോ? മൂസാ നബി പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ വടിയിട്ടോളൂ. അവരവരുടെ വടികളും കയറുകളും ഒക്കെ നിലത്തേക്കിട്ടു. മൂസാ നബി അലൈഹിസ്സലാമിന് പോലും അതൊക്കെ ഇഴഞ്ഞു നടക്കുന്നതായി അനുഭവപ്പെടുകയാണ്. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഭയമുണ്ടായി. ആ ഭയന്ന് നിൽക്കുന്ന മൂസാ നബി അലൈഹിസ്സലാമിന് അള്ളാഹുവിന്റെ സന്ദേശവുമായി അള്ളാഹുവിന്റെ മലക്ക് ഇറങ്ങി വന്നു. മൂസാ നബി അലൈഹിസ്സലാമിനോട് അള്ളാഹുവിന്റെ കൽപ്പന, മൂസ, നിങ്ങൾ നിങ്ങളുടെ വടി നിലത്തേക്കിടുക. അവരുടെ വടികളെയും കയറുകളെയും ഒക്കെ അത് പാമ്പായി മാറി കൊത്തിയെടുത്തുകൊള്ളും. അള്ളാഹു പറഞ്ഞതുപോലെ മൂസാ നബി വടി താഴേക്കിട്ടു. അള്ളാഹു പറഞ്ഞതുപോലെ ആ വടി പാമ്പായി മാറുകയും മറ്റ് പാമ്പുകളെയും കയറുകളെയും വടികളെയും അത് കൊത്തിയെടുക്കുകയും ചെയ്തു. ഈ കാഴ്ച കണ്ട ഫിർഔനിന്റെ ആളുകൾ ആ സമയം, അതുവരെ അവരുടെ മനസ്സിലുണ്ടായിരുന്ന ചിന്ത എന്ത്? മൂസ കേവലം ഒരു മാരണക്കാരൻ മാത്രമാണ്. തങ്ങളുടെ അതിവിദഗ്ധമായ മാരണങ്ങൾ കൊണ്ട് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും അമ്പരപ്പിന്റെയും അത്ഭുതത്തിന്റെയും ആകാശത്തിൽ നിർത്തിക്കൊണ്ട് തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മാരണങ്ങൾ, അത്തരമൊരു മാരണം കൊണ്ട് ഈ മൂസായുടെ സകല തരത്തിലുള്ള അടവുകളും പരാജയപ്പെടുത്തുവാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തോടുകൂടി ഈ കാഴ്ച കാണാൻ വേണ്ടി വന്നിരിക്കുന്ന ഈ മുഴുവൻ ആളുകളുടെയും മനസ്സിൽ തങ്ങളുടെ പദവി ഇനിയും ഒരുപാട് ഉയരുമെന്ന പ്രതീക്ഷയോടുകൂടി ഈ ഒരു മത്സരത്തിൽ വിജയിച്ചാൽ തങ്ങളുടെ ചക്രവർത്തിയായ ഫറോവ ചക്രവർത്തി ഒരുക്കി വെച്ചിരിക്കുന്ന അപാരവും കണക്കറ്റതുമായ അനുഗ്രഹങ്ങൾ, ആ സമ്പത്തിന്റെ ഉടമകളായി മാറുവാൻ തങ്ങൾക്ക് കഴിയുമെന്ന പ്രതീക്ഷയോടുകൂടി മത്സര രംഗത്തേക്ക് വന്ന ആളുകൾ മൂസാ നബി അലൈഹിസ്സലാം വടിയിടുകയും അത് പാമ്പായി മാറുകയും തങ്ങളിട്ട വടികളെയും കയറുകളെയും അത് കൊത്തിയെടുക്കുന്നത് കാണുകയും ചെയ്തപ്പോ അവർ പ്രഖ്യാപിച്ചു, ആമന്നാ ബിറബ്ബി ഹാറൂന വ മൂസ. ആമന്നാ ബിറബ്ബി ഹാറൂന വ മൂസ. ഞങ്ങൾ മൂസായുടെയും ഹാറൂനിന്റെയും റബ്ബിൽ വിശ്വസിച്ചിരിക്കുന്നു. ഒട്ടും ആലോചിച്ചില്ല അവർ. ഞങ്ങൾ എന്തിനാണ് വന്നത് എന്ന് പോലും മറന്നുപോയി അവരോട്. ഇത്തരമൊരു തീരുമാനം തങ്ങൾ എടുത്താൽ ഫറോവ ചക്രവർത്തി തങ്ങൾക്കെതിരെ സ്വീകരിക്കുന്ന നടപടികൾ എന്തായിരിക്കുമെന്ന് ആലോചിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ആ സമയത്ത് ഞങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നു എന്നാണ് അവരുടെ പ്രഖ്യാപനം. പ്രഖ്യാപനമറിഞ്ഞ ഫിർഔൻ അവർ പ്രതീക്ഷിച്ചതുപോലെ പ്രതികരിച്ചു. നിങ്ങളും മൂസായും ഒരേ കൂട്ടത്തിൽപ്പെട്ടവർ തന്നെയാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. തീർച്ചയായും ഇതിന്റെ ശിക്ഷ നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ കൈകാലുകൾ വിപരീതമായി മുറിച്ച്, അഥവാ വലത് കൈയും ഇടത് കാലും മുറിച്ച്, ഇനി അതല്ലെങ്കിൽ ഇടത് കൈയും വലത് കാലും മുറിച്ച് ആ ഭീകരമായ ശരീരം ആളുകൾക്ക് കാണാൻ സാധിക്കുന്ന രൂപത്തിൽ ഈത്തപ്പനയിൽ ഞാൻ തൂക്കിയിടും എന്നായിരുന്നു ഫിർഔനിന്റെ ശിക്ഷാവിധി. ഈ ആളുകൾക്കറിയാം, ഫിർഔൻ അങ്ങനെ ഒരു ശിക്ഷ വിധിച്ചാൽ ഫിർഔനെ അങ്ങനെ ചെയ്യാൻ പാടില്ല, അത് മനുഷ്യാവകാശ വിരുദ്ധമാണ്, ആളുകൾ അങ്ങനെ പീഡിപ്പിക്കാനൊന്നും പാടില്ല എന്ന് പറഞ്ഞിട്ട് രംഗത്ത് വരാൻ ഒരാളും ഉണ്ടാവില്ല. ഇന്ത്യയിലെ വിവിധ ജയിലുകളിൽ ഒരുപാട് ആളുകൾ കാത്തുകിടക്കുകയാണ് പ്രസിഡന്റിന് കൊടുത്ത ദയാഹർജിയിൽ വരുന്ന തീരുമാനവും കാത്ത്. അതേപോലെ ഒരു ദയാഹർജിയും ഫിർഔനിന്റെ മുന്നിലേക്ക് എത്തിപ്പെടുകയില്ലെന്നും
അങ്ങനെ ആരെങ്കിലും നൽകുന്ന ദയാഹരിതികൾക്ക് ഫിറഔനിന്റെ മുന്നിൽ ഒരു വിലയും ഉണ്ടാവുകയില്ലെന്നും കൃത്യമായി അറിയാവുന്ന ആളുകളാണവർ. അപ്പൊ എന്താ അവര് പറഞ്ഞത്? ഫിറഔൻ പെട്ടെന്നൊരു ബേജാറിൽ ഞങ്ങളോട് പറഞ്ഞു പോയതാണത്. ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നത് ഞങ്ങളോട് അറിയാതെ പറഞ്ഞു പോയതാണ്. ഞങ്ങൾ യഥാർത്ഥത്തിൽ അങ്ങനെ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഒരു വിശ്വാസം ഞങ്ങൾക്കില്ല. മാപ്പാക്കണം, ഞങ്ങളെ ശിക്ഷിക്കരുത് എന്നാണോ അവർ പറഞ്ഞത്? അല്ല, അവർ പറഞ്ഞു ഫഖ്ലിമാൻ തഖാൽ, നീ ഞങ്ങളുടെ കൈകാലുകൾ വിപരീതമായി മുറിക്കുമെന്നല്ലേ പറഞ്ഞത്? ഞങ്ങളെ ഈത്തപ്പനയിൽ തൂക്കിയിടുമെന്നല്ലേ പറഞ്ഞത്? അങ്ങനെ എന്തൊക്കെ ശിക്ഷ നിനക്ക് വിധിക്കാൻ കഴിയുമോ അതൊക്കെ നീ വിധിച്ചുകൊള്ളുക. ഏതൊക്കെ തരത്തിൽ ഞങ്ങളെ പീഡിപ്പിക്കാൻ നിനക്ക് കഴിയുമോ അതൊക്കെ നീ ചെയ്തു കൊള്ളുക. പക്ഷേ ഞങ്ങൾ മനസ്സിലാക്കിയ ഒരു സന്ദേശമുണ്ട്, ഞങ്ങൾ മനസ്സിലാക്കിയ ഒരു ആദർശമുണ്ട്. ആ ആദർശം അംഗീകരിച്ച് ജീവിച്ചാൽ പരലോകത്ത് ലഭിക്കുന്ന സുഖമുണ്ട്. ആ ആദർശം അംഗീകരിക്കാതെ ജീവിച്ചാൽ പരലോകത്ത് വരാനിരിക്കുന്ന ശിക്ഷയുണ്ട്. ആ ശിക്ഷയാണ് ഫിറഔൻ. ആ ശിക്ഷയാണ് എല്ലാ കാലവും അവശേഷിക്കുന്ന ശിക്ഷ. നിന്റെ ശിക്ഷ കഴിഞ്ഞാൽ തീർന്നു. മരിച്ചാൽ പിന്നെ ഇടത് കൈ വെട്ടിയാൽ എന്താ, വലത് കൈയാൽ വെട്ടിയാൽ എന്താ? മരിച്ചു കഴിയുന്ന ജീവൻ പോയ ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ഏത് ഭാഗം വെട്ടിയാലെന്ത്? ജീവൻ പോകുന്നത് വരെയുള്ള വേദന തീർന്നു, അതോടുകൂടി വേദന. എന്നാൽ പരലോകത്തെ ശിക്ഷ ഒരു ദിവസം കൊണ്ട് അവസാനിക്കുന്നില്ല. അവിടെ ദിവസങ്ങളില്ല, മണിക്കൂറുകളില്ല, മാസങ്ങളില്ല, കൊല്ലങ്ങളില്ല. എല്ലാ കാലവും അനുഭവിക്കേണ്ടി വരുന്ന ആ ശിക്ഷയാണ് ഫിറഔൻ ഞങ്ങൾ ഭയപ്പെടുന്നത് എന്നായിരുന്നു അവരുടെ മറുപടി. ഈ പ്രഖ്യാപനം കഴിഞ്ഞ് അവരവിടെ നിന്ന് പോവുകയാണ്. മൂസാ നബിയോടൊപ്പം രക്ഷപ്പെടുകയാണ്. നദിക്കരയിലെത്തി. എന്തു ചെയ്യണം? അവിടെ നിൽക്കുകയാണ്. ഈ ഒപ്പം വന്ന ആളുകൾക്കുള്ള പ്രയാസം. അപ്പോഴാണ് അള്ളാഹുവിന്റെ സന്ദേശം, മൂസ വടികൊണ്ട് നദിയിൽ അടിക്കുക. മൂസാ നബി അലൈഹിസ്സലാം നദിയിൽ അടിച്ചു. ആ നദി രണ്ടായി മാറി. ആ വഴിയിലൂടെ മൂസാ നബി അലൈഹിസ്സലാമും സംഘവും അക്കരെ കടന്നു. മൂസാ നബി അലൈഹിസ്സലാമും സംഘവും അക്കരെ എത്തി. തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് എന്ത്? തങ്ങളെ പിടികൂടുവാനും ആക്രമിക്കുവാനും ആ നാട്ടിലെ മുഴുവൻ ആളുകൾക്കുമുള്ള മാതൃക എന്ന നിലയിൽ തന്റെ കൽപ്പന ലംഘിച്ചാൽ, തന്നെ അംഗീകരിക്കുന്നതിൽ നിന്ന് മാറി നിന്നാൽ വരാനിരിക്കുന്ന ശിക്ഷ ഇതാണെന്ന് ആ നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും ബോധ്യപ്പെടുത്താൻ തങ്ങളെ പിടികൂടി കൈകാലുകൾ വെട്ടിമുറിക്കാനുള്ള സന്നാഹങ്ങളുമായി വരുന്ന ഫിറഔനും സംഘവും തങ്ങൾക്ക് പിന്നിൽ കൂടിച്ചേർന്ന ആ ആഴിയിൽ മുങ്ങി മരിക്കുന്നതാണ് ഈ ആളുകൾ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത്. അള്ളാഹു തങ്ങൾക്ക് നൽകിയ അനുഗ്രഹം, അള്ളാഹുവിന്റെ ശത്രുക്കൾക്ക് അള്ളാഹു നൽകിയ ശിക്ഷ നേർക്കുനേരെ കണ്ടു അവർ. അതിനുശേഷവും അനുഭവിച്ചു അള്ളാഹുവിന്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ. എന്നാൽ പിന്നീടുണ്ടായ ഒരു സംഭവം നോക്കൂ നിങ്ങൾ. മൂസാ നബി അലൈഹിസ്സലാം തൗറാത്ത് വാങ്ങാൻ വേണ്ടി അവരിൽ നിന്ന് വിട്ടുനിന്നു കുറച്ചു ദിവസം. ഇവരെന്താ ചെയ്തത്? അവിടുന്ന് വരുമ്പോ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ കൂടി ഇട്ട് ഉരുക്കി സാമിരി അവർക്കൊരു പശുക്കുട്ടിയെ ഉണ്ടാക്കി കൊടുത്തു. ഇവരാ പശുക്കുട്ടിയെ ആരാധിച്ചു. ആര്? നേരത്തെ ഫിറഔൻ ഞങ്ങൾ നിന്നെ ഭയക്കുന്നില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശമാണ് ഞങ്ങൾ അംഗീകരിക്കുന്നത്, അതിന്റെ പേരിലുള്ള ഒരു ശിക്ഷയെയും ഞങ്ങൾ ഭയപ്പെടുന്നില്ല എന്ന് പ്രഖ്യാപിക്കുകയും ആ മൂസാ നബി അലൈഹിസ്സലാമിലൂടെ അള്ളാഹു അവർക്ക് നൽകിയ അനുഗ്രഹങ്ങളുടെ നേർക്കാഴ്ചകൾ കാണുകയും ചെയ്ത മനുഷ്യരാണ്. തങ്ങൾക്ക് ഒരു ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ കഴിയില്ല എന്ന് അവർക്ക് തന്നെ അറിയാവുന്ന ഒരു പശുക്കുട്ടിയുടെ മുമ്പിൽ ആരാധനാ മനസ്കരായി കഴിഞ്ഞുകൂടുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുകയും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുകയും ചെയ്യുന്ന സമൂഹം പിന്നീട് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഈ ചരിത്രം നമ്മെ പഠിപ്പിച്ചു തരുന്നത് വിശുദ്ധ ഖുർആനിലൂടെ. മനുഷ്യ സമൂഹം തെറ്റിപ്പോവുകയില്ല. എന്തിനാണ് ഒരിക്കൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ആളുകളോട്, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്ന മുസ്ലിങ്ങളോട്, അള്ളാഹുവാണ് ആരാധ്യനെന്ന് വിശ്വസിക്കുന്ന മുസ്ലിങ്ങളോട്
അള്ളാഹുവിന്റെ റസൂലാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അംഗീകരിക്കുന്നവരോട് പിന്നെയും എന്തിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നു, അവർ തെറ്റിപ്പോവുകയില്ല എന്ന് വിശ്വസിക്കുന്നവർ, ഒരു കാലത്തും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരിക്കൽ പറഞ്ഞവരുടെ മനസ്സിലേക്ക് ശിർക്ക് കടന്നു വരികയില്ല എന്ന് പറയുന്നവർ, അത്തരം ആളുകൾ ഈ ചരിത്രം ഒന്ന് മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഖൂമു സ്സാഅ, ഈ ലോകം അവസാനിക്കുകയില്ല, ഹത്താ തൽഹഖ ഖബായിലു മിൻ ഉമ്മതി ബിൽ മുശ്രിക്കീൻ, എന്റെ സമുദായത്തിൽ ഒരു വിഭാഗം ആളുകൾ ബഹുദൈവ വിശ്വാസികളുമായി കൂട്ടുചേരുന്നത് വരെ, എന്റെ സമുദായം എന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്നവരെ കുറിച്ചാണ് പറയുന്നത്, മുഹമ്മദുർ റസൂലുള്ളാഹ് അംഗീകരിക്കുന്നവരെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്ന, മുഹമ്മദുർ റസൂലുള്ളാഹ് അംഗീകരിക്കുന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ച് മുഹമ്മദുർ റസൂലുള്ളാഹ് അംഗീകരിച്ച് ജീവിതം നയിക്കുന്ന സമൂഹത്തിനിടയിൽ, ആ സമൂഹത്തിനിടയിൽ പോലും ശിർക്ക് കടന്നു വരാൻ സാധ്യതയുണ്ടെന്ന്, അവരിൽ വഴികേട് വരാൻ സാധ്യതയുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താക്കീത് ചെയ്യുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമുക്കെങ്ങനെ പറയാൻ കഴിയും എന്റെ ജീവിതത്തിൽ അത്തരം ചിന്താഗതി ഉണ്ടാവുകയില്ല എന്ന്? ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൗഹീദിന്റെ ഏറ്റവും ഉത്തമമായ ഒരു ഉദാഹരണം ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, പടച്ചോനെ, എന്നെയും എന്റെ മക്കളെയും ബിംബാരാധകരുടെ കൂട്ടത്തിൽ നീ പെടുത്തരുതേ റബ്ബേ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനുണ്ടായിരുന്ന ഭയം, ശിർക്കിലേക്ക് എന്റെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വിശ്വാസത്തിലൂടെ, ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ എന്റെ ജീവിതം ശിർക്കിലേക്ക് കടന്നു പോകുമോ എന്ന ഭയം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനുണ്ടായിരുന്ന ഭയം, അത് എന്റെ ജീവിതത്തിൽ എനിക്ക് ആവശ്യമില്ല, ഞാൻ ഇബ്രാഹിമിനെക്കാളൊക്കെ ആ കാര്യത്തിൽ പരിശുദ്ധനാണ് എന്ന് പറയാൻ നമുക്കാർക്കാണ് സഹോദരന്മാരെ സാധിക്കുക? ഈ സമൂഹം തെറ്റിലേക്ക് പോകും. ഒരു മുസ്ലിം അടിസ്ഥാനപരമായി അംഗീകരിക്കേണ്ട ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശ്വാസത്തിൽ പോലും അപജയം സംഭവിക്കുമെങ്കിൽ, തെറ്റിപ്പോകൽ ഉണ്ടാകുമെങ്കിൽ, പിന്നെ ഏതിലാണ് ഉറച്ചു നിൽക്കുന്ന ഒരവസ്ഥയുണ്ടാവുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നഹു മൻ യഇസ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറ, എന്റെ കാലശേഷം നിങ്ങൾ ആരെങ്കിലും ഇവിടെ ജീവിക്കുകയാണെങ്കിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഏതാണ് അഭിപ്രായ വ്യത്യാസം? ഇവിടെ ചില ആളുകൾ വീടുണ്ടാക്കുമ്പോ അതിന്റെ മേലെ ഓടുമേയും, വേറെ ചില ആളുകൾ ഓലമേയും, വേറെ ചില ആളുകൾ വാർപ്പാകും. കച്ചവടം തുടങ്ങുന്ന ആളുകൾ ചിലര് ഫാൻസി ആകും, ചിലര് ടെക്സ്റ്റൈൽസ് ആകും, ചിലര് ജ്യൂസ് ആകും, ചിലര് മറ്റെന്തെങ്കിലും കടകളാകും. ഇങ്ങനെ ഭൗതികമായ വ്യത്യാസങ്ങളെ കുറിച്ചാണോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്? അല്ല. കറുത്തവരുണ്ടാകും, വെളുത്തവരുണ്ടാകും, നീളമുള്ളവരുണ്ടാകും, നീളം കുറഞ്ഞവരുണ്ടാകും, ഉയർന്ന ശബ്ദമുള്ളവരുണ്ടാകും, പതിഞ്ഞ ശബ്ദമുള്ളവരുണ്ടാകും, ആഫ്രിക്കക്കാരനുണ്ടാകും, അമേരിക്കക്കാരനുണ്ടാകും, ഇംഗ്ലണ്ടുകാരനുണ്ടാകും, ഇന്ത്യക്കാരനുണ്ടാകും, മലയാളി ഉണ്ടാകും, തമിഴ്നാട്ടുകാരനുണ്ടാകും, രാജസ്ഥാനി ഉണ്ടാകും, ആസാമി ഉണ്ടാകും. ഈ വ്യത്യാസങ്ങളെ കുറിച്ചാണോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്? അല്ല. പിന്നെ പറഞ്ഞ വ്യത്യാസം എന്ത്? ആ വ്യത്യാസം പരിഹരിക്കാനുള്ള മാർഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് പരിശോധിച്ചാൽ എന്താണ് ഈ വ്യത്യാസം എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇന്നഹു മൻ യഇസ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറ, എന്റെ കാലശേഷം നിങ്ങൾ ആരെങ്കിലും ജീവിച്ചാൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ. അങ്ങനെ നിങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടായാൽ, നിങ്ങൾക്കിടയിൽ തർക്കമുണ്ടായാൽ, നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ത്? അലൈക്കും ബിസുന്നതി, നിങ്ങൾ എന്റെ സുന്നത്ത് മുറുകെ പിടിച്ചിക്കണം.
വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ. ആ സുന്നത്ത് അംഗീകരിച്ചുകൊണ്ട്, ആ സുന്നത്ത് മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുമ്പിൽ മാതൃകയായി ജീവിച്ച ഖുലഫാഉർ റാഷിദീൻ, ആ ഖലീഫമാരുണ്ട്. അവരെന്റെ സുന്നത്ത് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ സുന്നത്ത് അംഗീകരിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പൊ ഭിന്നിപ്പുണ്ടാകും, തർക്കങ്ങൾ ഉണ്ടാകും, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അതുണ്ടാകുമ്പോ എങ്ങനെ പരിഹരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നു. ഈ പരിഹാരം ജനങ്ങളുടെ മുമ്പിൽ പഠിപ്പിക്കുക എന്ന ദൗത്യം മാത്രമാണ് മുജാഹിദുകൾ ഇവിടെ നിർവഹിച്ചത്. ഈ ഒരു ദൗത്യം മാത്രം. ഭിന്നത ഉണ്ടായിരുന്നു എന്നത് സത്യമാണ്. ചരിത്രത്തിൽ എല്ലാ കാലങ്ങളിലും ഭിന്നതയുണ്ടായിരുന്നു എന്നത് സത്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമൂഹത്തിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞ ഭിന്നത അത് ഒരു കാലത്തും ഉണ്ടായിരുന്നില്ല എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. കാരണം അല്ലാഹുവിന്റെ റസൂല് വെറുതെ പറയില്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്ത്? എന്റെ കാലശേഷം നിങ്ങൾ ഭിന്നത കാണും, അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും. അത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെങ്ങനെ? വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. വെറുതെ പറഞ്ഞതല്ല റസൂല്, ഒരു സാധ്യത പറഞ്ഞതല്ല. പിന്നെയോ അള്ളാഹുവിന്റെ സന്ദേശമനുസരിച്ച്, വഹി അനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണിത്. എത്രയെത്ര വാക്യങ്ങൾ! ലതത്തബിഉന്ന സനന മൻ കാന ഖബലകും ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറാ. അള്ളാഹുവിന്റെ റസൂൽ പറയാൻ ഈ സമുദായത്തിനുണ്ടാകുന്ന അനുഭവം, ലതത്തബിഉന്ന സനന മൻ കാന ഖബലകും, നിങ്ങൾ പിൻപറ്റാൻ സാധ്യതയുണ്ട് എന്നല്ല, നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും. ലതത്തബിഉന്ന സനന മൻ കാന ഖബലകും, നിങ്ങളുടെ പൂർവിക സമൂഹങ്ങളുടെ മാതൃക ചര്യ അത് നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എങ്ങനെ പിൻപറ്റും? ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറാ. ചാണിന് ചാണായി, മുഴത്തിന് മുഴമായി ആ പൂർവിക സമൂഹങ്ങളെ നിങ്ങൾ പിൻപറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. ഇത് കേട്ടപ്പോ സഹാബികൾ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂൽ ഇത്ര ഗൗരവത്തിൽ ഇത് പറഞ്ഞപ്പോ ആൽ യഹൂദ വന്നസാറ, അല്ലാഹുവിന്റെ റസൂലെ യഹൂദികളെയും നസാറാക്കളെയും ഞങ്ങൾ പിൻപറ്റുമെന്നാണോ അങ്ങ് പറയുന്നത്? പൂർവിക സമുദായങ്ങളെ പിൻപറ്റുമെന്നതുകൊണ്ട് ഞങ്ങൾ യഹൂദികളെയും നസാറാക്കളെയും പിൻപറ്റുമെന്നാണോ അങ്ങ് പഠിപ്പിക്കുന്നത് എന്നായിരുന്നു സഹാബാ കിറാമിന്റെ ചോദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. അല്ലാഹുവിന്റെ റസൂൽ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, വേറെ ആരെ പിൻപറ്റാൻ? വേറെ ആരെ പിൻപറ്റാൻ? ഈ സമൂഹം ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്ന, മുഹമ്മദുർ റസൂലുള്ളാഹി അംഗീകരിക്കുന്ന ഈ സമൂഹം യഹൂദികളുടെയും നസാറാക്കളുടെയും മാർഗത്തിലേക്ക് ചാണിന് ചാണായി, മുഴത്തിന് മുഴമായി കടന്നു പോകുന്ന ദുരവസ്ഥ ഈ സമുദായത്തിൽ ഉണ്ടാകുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ ഈ സമൂഹത്തെ പഠിപ്പിച്ചുവെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, ആർക്ക് പറയാൻ കഴിയും അങ്ങനെ ഒന്നും എന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല, ഞാനതിൽ നിന്നൊക്കെ സുരക്ഷിതനാണ്, അതുകൊണ്ട് ഞാനതിനെപ്പറ്റി മുൻകരുതൽ എടുക്കേണ്ടതില്ല, ഞാൻ തെറ്റിപ്പോയോ എന്ന് ഞാൻ ആലോചിക്കേണ്ടതില്ല, എനിക്ക് അബദ്ധം വന്നോ എന്ന് ഞാൻ പരിശോധിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ മാത്രം ആർക്കാണ് ധൈര്യമുള്ളത്? വീണ്ടും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എന്റെ ചര്യ നിങ്ങൾ മുറുകെ പിടിക്കുക. ഇയ്യാകും വൽ മുഹ്ദസാത്തിൽ ഉമൂർ. അതോടൊപ്പം തന്നെ ഈ ദീനിൽ പുതിയതായി വരുന്ന കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം. അല്ലാഹുവിന്റെ ദീനിലേക്ക് പുതിയതായി കടന്നു വരുന്ന കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം. കാരണമെന്ത്? വകുല്ലു മുഹ്ദസത്തിൻ ബിദ്അ. ഈ പുതിയ കാര്യങ്ങളൊക്കെ ബിദ്അത്താകുന്നു. വകുല്ലു ബിദ്അത്തിൻ ളലാല. ആ ബിദ്അത്തുകളൊക്കെ വഴികേടുകളാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഏതാ പുതിയ കാര്യങ്ങൾ? ഒരു 25-50 കൊല്ലം മുമ്പ് മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞ സാധനം ഇല്ല, അത് ഉപയോഗിക്കലാണോ ബിദ്അത്ത്? ഒരു 100 കൊല്ലം മുമ്പ് കമ്പ്യൂട്ടർ, 100 കൊല്ലം വേണ്ടതില്ല, നമ്മുടെ ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു 30-35 കൊല്ലം മുമ്പ് കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നില്ല.
ഈ കമ്പ്യൂട്ടർ ഇന്ന് സാർവത്രികമാണ് എല്ലാ സ്ഥലങ്ങളിലും. അത് ഉപയോഗിക്കലാണോ ബിദ്അത്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇതേപോലെ സംസാരിക്കാനുള്ള മൈക്കുകൾ ഉണ്ടായിരുന്നില്ല. അത് ഉപയോഗിക്കലാണോ ബിദ്അത്ത്? അല്ല. പിന്നെ മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ ഫഹുവ റദ്ദ്. മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ ഫഹുവ റദ്ദ്. ആയിഷ റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉദ്ധരിക്കുകയാണ്, നമ്മുടെ ഈ ദീനിന്റെ കാര്യത്തിൽ, ഈ മതത്തിന്റെ കാര്യത്തിൽ ആരെങ്കിലും വല്ലതും കൂട്ടിച്ചേർത്താൽ അത് തള്ളിക്കളയണം. അങ്ങനെ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. ഈ പുതിയ കാര്യങ്ങളെ കരുതിയിരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ആ പുതിയ കാര്യങ്ങളെ കരുതിയിരിക്കണം എന്ന അള്ളാഹുവിന്റെ റസൂലിന്റെ സന്ദേശം ഈ സമൂഹത്തെ പഠിപ്പിക്കുകയാണ് മുജാഹിദുകൾ ചെയ്തത്. അതെങ്ങനെ ഭിന്നിപ്പിന്റെ വിഷബീജം വിതക്കലാകും? അതെങ്ങനെ ഈ സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കലാകും? അതെങ്ങനെ ഈ സമൂഹത്തിൽ ചിത്രതയുണ്ടാക്കലാകും? എന്തുകൊണ്ടിത് പറയേണ്ടി വന്നു? മതത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ പോലും മറന്നുപോയ ഒരു സമൂഹം ഇവിടെ ഉണ്ടായിരുന്നു. ആരൊക്കെ നിഷേധിക്കാൻ ശ്രമിച്ചാലും, ആരൊക്കെ മറച്ചുവെക്കാൻ ശ്രമിച്ചാലും, ചരിത്രത്തിന്റെ താളുകളിൽ രേഖപ്പെട്ട് കിടക്കുന്ന ആ സംഭവങ്ങൾ ചരിത്രം പഠിക്കുന്ന, ചരിത്രം മനസ്സിലാക്കുന്ന ഒരാൾക്കും തന്നെ നിഷേധിക്കാൻ കഴിയില്ല. ഇന്നത്തെ ദിനപത്രം, ഇന്നത്തെ ദേശാഭിമാനി പത്രം, ആ പത്രത്തിൽ ഒരു ലേഖനമുണ്ട്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ പറ്റി കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികനായിരുന്ന EMS നമ്പൂതിരിപ്പാട് എഴുതിയ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ നിന്നുള്ള ഒരു ഭാഗം എടുത്തു കൊടുത്തതാണ്. ആരാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് എന്ന് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ വിശദീകരിക്കുകയാണ്. അവിടെ ഉപയോഗിക്കുന്ന ഒരു പദം, അന്ധവിശ്വാസങ്ങളിൽ ജീവിച്ചിരുന്ന ഒരു സമൂഹത്തെ നേരായ വിശ്വാസത്തിലേക്ക് നയിക്കാൻ ത്യാഗമനുഷ്ഠിച്ച നേതാവായിരുന്നു മുഹമ്മദ് അബ്ദുറഹ്മാൻ എന്ന്. അന്ധവിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു ഇവിടെ, തെറ്റായ ജീർണമായ വിശ്വാസങ്ങളും ആചാരങ്ങളും ഉണ്ടായിരുന്നു ഇവിടെ. ആ അന്ധവിശ്വാസങ്ങൾക്കെതിരെ, ഈ തെറ്റായ വിശ്വാസങ്ങൾക്കെതിരെ എന്താണ് ശരിയായ വിശ്വാസം എന്ന് പഠിപ്പിക്കുകയാണ് മുജാഹിദ് പ്രസ്ഥാനം ചെയ്ത ഉത്തരവാദിത്തം. മതമെന്ത്? മതം എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെതാണ് എന്ന് മനസ്സിലാക്കുന്നതിൽ ആളുകൾക്ക് അബദ്ധം വന്നുപോയി. ഈ ദീന് അള്ളാന്റെതാണ്, അത് അള്ളാഹു പഠിപ്പിച്ചതുപോലെ അംഗീകരിക്കണം, അത് അള്ളാഹു പഠിപ്പിച്ചതുപോലെ സ്വീകരിക്കണം എന്ന് മനസ്സിലാക്കാനുള്ള പ്രാഥമികമായ മര്യാദ പോലും വിശ്വാസികളുടെ സമൂഹം കാണിക്കാതിരുന്ന ഒരവസ്ഥ അന്ന് മാത്രമല്ല ഇന്നും നമുക്കത് കാണാൻ കഴിയും. അംഗീകരിക്കാൻ തയ്യാറാണോ മുസ്ലിം സമൂഹം ഇന്നത്? ഇമാം ഷാഫിഈയുടെ ഉസ്താദായ ഇമാം മാലിക് റഹ്മഹുല്ലാ അദ്ദേഹം വിശദീകരിക്കുകയാണ്, മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അതൻ ഫയറാഹാ ഹസന. ഒരാൾ ഈ മതത്തിൽ ഒരു പുതിയ കാര്യമുണ്ടാക്കി, ഒരു പുതിയ ആചാരമുണ്ടാക്കി, ഒരു പുതിയ അനുഷ്ഠാനമുണ്ടാക്കി, ഒരു പുതിയ സമ്പ്രദായമുണ്ടാക്കി, ഇങ്ങനെ ഈ പുതിയ ഒരു കാര്യം അയാൾ ഉണ്ടാക്കി, ഒരു നിസ്കാരം, ഒരു നോമ്പ്, ഒരു ദിക്ർ, ഒരു സ്വലാത്ത്, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക ഏർപ്പാട്, ഇതൊക്കെ അയാൾ ഉണ്ടാക്കിയതിന് ശേഷം വയറാഹാ ഹസന, അയാൾ എന്താ പറയുന്നത്? ഇത് ഭയങ്കര സാധന കേട്ടോ, ഈ ദിക്ർ ചെല്ലിയാൽ, ഈ സലാത്ത് ചെല്ലിയാൽ, ഈ മാല പാടിയാൽ മൊളിയൊന്നും കളയാതെ പിളയാതെ ചൊന്നോർക്ക് മണിമാടം സ്വർഗത്തിൽ നായൻ കൊടുക്കുമേ. അങ്ങനെയാണ്. ഈ മാല അക്ഷരത്തെറ്റില്ലാതെ പാരായണം ചെയ്താൽ, മാലയിൽ ജീവിച്ച, മാലയിൽ പറയുന്ന മാലക്കടിസ്ഥാനമാക്കിയ ശൈഖിനെ പോലെ ജീവിച്ചാലെന്നല്ല, ആ ശൈഖ് പഠിപ്പിച്ച സന്ദേശമനുസരിച്ച് ജീവിച്ചാലെന്നല്ല, പിന്നെ ഈ മാല അക്ഷരത്തെറ്റില്ലാതെ മൊളിയൊന്നും കളയാതെ പിളയാതെ ചൊന്നോർക്ക് മണിമാടം സ്വർഗത്തിൽ നായൻ കൊടുക്കുമേ എന്ന്, അഥവാ മണിമാടം തന്നെ സ്വർഗത്തിൽ അല്ലാഹു കൊടുക്കുമെന്ന് എഴുതി വെച്ച മാലപ്പാട്ടുകൾ ഇതുണ്ടായിരുന്നു നമ്മുടെ സമൂഹത്തിൽ. ഈ മാലപ്പാട്ടുകൾ അതുണ്ടാക്കിയിട്ട് മനുഷ്യർ പറയുന്നത് എന്താണ്?
ഇത് ഭയങ്കരമാണ്. ഈ സലാത്തുൽ മിഫ്താഹ്, മറ്റേ സലാത്ത്, തിരിച്ചേ സലാത്ത് എന്നിങ്ങനെ ഒരുപാട് സലാത്തുകൾ, ദിക്റുകൾ ഇപ്പൊ നിങ്ങൾ കാണുന്നില്ലേ? ഈ ജീവൻ ടിവിയിൽ വെള്ളിയാഴ്ച ഒരു മുസ്ലിയാർ രംഗത്ത് വരും. സലാത്തിന്റെ ഹോൾസെയിൽ ഡീലറാണ് മൂപ്പർ. എല്ലാ പ്രശ്നങ്ങൾക്കും മൂപ്പരുടെ കയ്യിൽ പരിഹാരമുണ്ട്. ലോകത്ത് ആരൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങൾ പറഞ്ഞാലും അതിനൊക്കെ ആത്മീയ ചികിത്സ എന്നാണ്, ഖുർആൻ കൊണ്ടുള്ള ചികിത്സയാണ് അത്രേ മൂപ്പര്. കാരണം എന്താ? മുസ്ലിം സമുദായത്തിന് ഖുർആനോടൊരു ബഹുമാനമുണ്ട്, അതും കൂടി നശിപ്പിച്ചേ അടങ്ങൂ എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു മുസ്ലിയാരാണ് അയാൾ. നിങ്ങൾ ചോദിച്ചു നോക്കൂ, ഒരാൾ ചോദിച്ചു ഒരിക്കൽ, തൊണ്ടയിൽ മുള്ളു കുരുങ്ങിയാൽ അത് പോകാൻ വല്ല ദിക്റുണ്ടോ? പിന്നെ അതിന് ദിക്റുണ്ട്. എന്താ ദിക്റ്? ഇദാ ബലഗത്തിൽ ഹുൽഖൂം എന്ന ആയത്ത് 7 പ്രാവശ്യം ഊതിയാ മതി എന്നാണ് ഒരിക്കൽ കൊടുത്ത മറുപടി. വേറൊരിക്കൽ കൊടുത്ത മറുപടി, ഈ ആയത്ത് 7 പ്രാവശ്യം ഓതി ചോറിലോ പഴത്തിലോ ഊതി അത് വിഴുങ്ങുക എന്നാണ്. ഇതാണ് പൗരോഹിത്യവും ചികിത്സയും തമ്മിലുള്ള വ്യത്യാസം. എന്റെ പ്രസംഗം കേൾക്കുന്ന കൂട്ടത്തിൽ തൊണ്ടയിൽ മുള്ളു ചെറുപ്പത്തിൽ കുടുങ്ങാത്ത ഒരാളും ഉണ്ടാവില്ല. അപ്പോഴൊക്കെ നമ്മളെ ഉമ്മമാരോ നമ്മളോട് എന്താ പറയല്? എടാ, കറിയുള്ള ചോറ് മാറ്റി വെച്ചിട്ട് കുറച്ചെടുത്തിട്ട് ഉരുട്ട് വിഴുങ്ങെന്ന് പറയും. അല്ലെങ്കിലോ അധികം പഴുക്കാത്ത ഒരു പഴം മുറിച്ച് തന്നിട്ട് ഇത് വിഴുങ്ങ്, ചവച്ചരക്കാതെ വിഴുങ്ങ്, അപ്പം മുള്ളു പോകും എന്ന് പറയും. ഇത് നാട്ടിലെല്ലാരും ചെയ്യണതാണ്. അത് മനുഷ്യന്മാരോട് പറഞ്ഞാൽ വൈദ്യരേ ആകുള്ളൂ. മുസ്ലിയാരാകണേ എന്തു വേണം? അതിലെ ആയത്ത് ഓതി ഊതണം. ഇത് എല്ലാ കാലത്തും നടക്കാം. മുമ്പ് വയറിന്റെ അസുഖമായി ബന്ധപ്പെട്ട് എന്താവശ്യത്തിന് മുസ്ലിംമാരുടെ അരികിൽ ചെന്നാലും അപ്പൊ പിന്നാണ് എഴുതും, കൊണ്ടുപോയി കുടിക്കാൻ പറയും. ഇത് കുടിക്കും, 2 ദിവസം കഴിയുമ്പോൾ വയറ് സുഖാവും. എന്താ കാര്യം? ഈ എഴുതണ മഷിയിൽ ചേർക്കുന്നത് ആവണക്കെണ്ണയാണ്. ആവണക്കെണ്ണ വയറിലെത്തുന്നതോടുകൂടി വയറിളക്കമുണ്ടാകും. വയറുമായി ബന്ധപ്പെട്ട ഏതാണ്ട് എല്ലാ പ്രശ്നങ്ങളും വയറ് ശുദ്ധിയാകുന്നതോടുകൂടി തീരും. മുസ്ലിയാർ എന്ത് പറഞ്ഞാൽ മതി? ആ വൈദ്യരെ വീടിയെന്ന് കുറച്ച് ആവണക്കെണ്ണ വാങ്ങി കുടിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ വൈദ്യരായി പോവും, മുസ്ലിയാരാവൂല. മുസ്ലിയാരാകണമെങ്കിൽ എന്ത് വേണം? അതിങ്ങനെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നൊക്കെ മൂപ്പരൊന്ന് കണ്ണൊക്കെ ചിമ്മി പറഞ്ഞ് ഇതെന്തോ വലിയ കാര്യത്തിൽ എഴുതാനെന്നുള്ള നിലക്ക് അത് എഴുതി കൊടുക്കണം. ഇത് എല്ലാ കാലത്തും നടക്കുന്ന ഒരു കാര്യമാണ് ഈ ചൂഷണം. ഇയാള് പറയുന്നത് എന്താ? ഇയാളോട് ചോദിച്ചു ഒരാള്, അയാളെ പുസ്തകമുണ്ട്. ഈ പുസ്തകം അയാൾ വിൽക്കണത് തന്നെ അതിന്റെ കച്ചവടം. നമുക്ക് ഓർമ്മ ഉണ്ടാവും, പണ്ടൊക്കെ, ഇപ്പൊ കാണാനുമില്ല. പണ്ടൊക്കെ നമ്മൾ ബസ് സ്റ്റാൻഡിൽ നിന്നാൽ ഇങ്ങനെ കേൾക്കാം, എന്താണ് ഇത്? ഉണ്ടാക്കുന്നതല്ല, ഉണ്ടാകുന്നതാണ്. ഒരു കുരുമുളക് വലുപ്പത്തിൽ ഉരുട്ടി കൊടുത്താൽ എന്നൊക്കെ പറഞ്ഞിട്ട് അറബി പാൽക്കായത്തിന്റെ ഒരു പരസ്യം ഉണ്ടാവും. അതിൽ അവസാനം പറയുന്നതാണ്, ഇതിന് 5 രൂപയുടെ ഡബ്ബയുണ്ട്, 10 രൂപയുടെ ഡബ്ബയുണ്ട്, 10 രൂപയുടെ വലിയ ഡബ്ബ വാങ്ങുന്നതാണ് നിങ്ങൾക്ക് ലാഭം എന്ന് പറയുന്നവര് മൂപ്പര് ബുക്കുണ്ട്, മൻസിൽ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥനകളാണ്. ഈ ബുക്കിനെ പറ്റി മൂപ്പര് പറയുന്ന, ഒരു ബുക്കിന്റെ വില 40 രൂപയാണ്, എന്നാൽ 2 ബുക്ക് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് 60 രൂപയ്ക്ക് ലഭിക്കും, 2 ബുക്ക് വാങ്ങുന്നതാണ് ലാഭം എന്നാണ്. അപ്പൊ ഒരാൾ ചോദിച്ചു, അല്ല, ഞങ്ങളെ നാട്ടിലൊക്കെ ചിലര് ഒരാള് 40 രൂപയും കൊടുത്ത് നിങ്ങളെ പുസ്തകം വാങ്ങിയിട്ട് ബാക്കിയുള്ളവരത് ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് ഓതുന്ന ഒരു ഏർപ്പാട് കാണുന്നുണ്ട്, അപ്പൊ ഇതിന് ഫലം ഉണ്ടാവോ? മൂപ്പര് പറഞ്ഞു, ഒരു ഫലം ഉണ്ടാവില്ല, ഒരു ഫലം ഉണ്ടാവില്ല. ഫോട്ടോസ്റ്റാറ്റ് ആയ ഫലം ഉണ്ടാവില്ല. അയാളെന്താ പറയല്? ഞാൻ ഖുർആനിൽ നിന്നുള്ള ആയത്തുകളാണ്, അതേപോലെ സഹീഹായ ഹദീസുകളിൽ വന്ന ദിക്റുകളാണ് ഞാൻ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് എന്നാ. അപ്പൊ പിന്നെ അത് മൂപ്പർക്ക് പേറ്റന്റ് കൊടുത്തതാണോ? ഇത് എന്റെ ബുക്ക് ഓതിയാലേ ജനങ്ങൾക്ക് കൂലി കിട്ടുള്ളൂ, എന്റെ ഖുർആനിൽ നോക്കി ഓതിയാൽ പോലും ജനങ്ങൾക്ക് കൂലി കിട്ടൂല എന്ന് അള്ളാഹ് പറഞ്ഞതാണോ? ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് ഓതിയാൽ കൂലി കിട്ടൂല. ആയത്തുൽ കുർസി മൂപ്പരെ ബുക്കിൽ നോക്കി ഓതിയാലേ കൂലി കിട്ടുള്ളൂ, അതിന്റെ ഫോട്ടോസ്റ്റാറ്റ് നോക്കിയാൽ ഓതിയ കൂലി കിട്ടൂല എന്ന് പറഞ്ഞാൽ, ഈ തരത്തിൽ ഏർപ്പാടുകൾ ഉണ്ടാക്കുന്ന ആളുകൾ അവിടെ തന്നെ ഇപ്പൊ നമ്മളെ നാട്ടിലെത്താത്ത വേറൊന്നുണ്ട്. തെക്കൻ കേരളത്തിൽ ഒരു 10-12 കൊല്ലമായിട്ട് ഉണ്ടാവും തുടങ്ങിയിട്ട്. എന്താണെന്നറിയോ? റബീഉൽ അവ്വൽ, റമളാൻ മാസത്തിൽ, റമളാൻ 27-ന് ഈ ആളുകളുടെ കോളേജിലും പള്ളിയിലൊക്കെ കാണാൻ പെണ്ണുങ്ങൾ കുട്ടികളെ എടുത്ത് ഇങ്ങനെ ക്യൂ നിൽക്കുക. എന്തിന്? പോസ്റ്റർ ഉണ്ടാവും. നമ്മളെ ഈ അപ്പവാണിവ നേർച്ചതിന്റെ ഒക്കെ പോസ്റ്റർ ഇറങ്ങണ മാതിരി. പിന്നെ കയ്യെഴുത്ത്, എഴുത്തിനിരുത്താണ്. അപ്പൊ ഈ കുട്ടികളെ കൊണ്ടുവന്നിട്ട് അവരെ കൊണ്ട് ബിസ്മീന്നും അള്ളാന്നൊക്കെ എഴുതിക്കലാണ്. തുടങ്ങിയിട്ട് 12 കൊല്ലമായിട്ടേ ഉള്ളൂ. ഞാൻ തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്ന സമയമാണ്. ഞാൻ പറഞ്ഞു, ഇത് അള്ളാന്റെ ദീനിലുള്ള ഒരു കാര്യമല്ല,
ഇതാരാണ് ഉണ്ടാക്കി? ഇതൊരു ബിദഅത്ത് ഉണ്ടാക്കലാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഈ മുസ്ലിയാരൻ, ഈ ജീവൻ ടി വിയിൽ വരുന്ന മുസ്ലിയാരനെ മൂപ്പര് പ്രസംഗിച്ചു, അത് ബിദഅത്തൊന്നുമല്ല, നമ്മൾ എന്തിനാണിത് തുടങ്ങിയത്? അത് നമ്മൾ ആളുകളൊക്കെ വിജയദശമി ദിനത്തിൽ അമുസ്ലിങ്ങളുടെ അടുത്ത് പോയി എഴുത്തിനിരുത്തി കളയുന്നു, അത് തടയാൻ വേണ്ടി നമ്മൾ തുടങ്ങിയതാണ്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഞാൻ മൂപ്പരോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല വേറൊരു ഏർപ്പാടുണ്ട്. ഈ തിരുവനന്തപുരത്ത് ഞാൻ അന്വേഷിച്ച് നോക്കുമ്പോൾ മാപ്പിളാരൊരൊറ്റ ബാറില്ല, സകല മാപ്പിളാരും കുടിക്കാൻ പോകുന്ന അമുസ്ലിങ്ങളെ ബാറിലാണ്. അതുകൊണ്ട് ഗഫാർ മൗലവി എത്രയും വേഗം ഒരു ബാറ് തുടങ്ങണം. എന്തിനാ നമ്മളെ സമുദായത്തിന്റെ പൈസ വെറുതെ മറ്റുള്ളവർക്ക് കൊണ്ടുപോയി കൊടുത്തു കളയുന്നത്? അതുകൂടി വാങ്ങാനുള്ള ഒരു ഏർപ്പാടുകൾ ഉണ്ടാക്കണം. ആലോചിച്ച് നോക്കൂ പോകുന്ന ന്യായം. എന്നിട്ടോ അത് നല്ലതാണ്. മുജാഹിദുകളുടെ വാക്കല്ല, ഇമാം ശാഫിഈയുടെ ഉസ്താദായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രേഖപ്പെടുത്തുകയാണ്, ഒരാൾ ദീനിൽ ഒരു പുതിയ കാര്യമുണ്ടാക്കി എന്നിട്ടത് നല്ലതാണെന്ന് പറഞ്ഞാൽ ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല. അവൻ വാദിക്കുന്നത് എന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു തന്നെ ഏൽപ്പിച്ച പണി നിർവഹിക്കുന്ന കാര്യത്തിൽ വഞ്ചന കാണിച്ചു എന്നാ അവൻ വാദിക്കുന്നത്. കാരണം എന്താ? അല്ലാഹ് പഠിപ്പിച്ച ദീനിൽ എഴുത്തിനിരുത്തില്ല. അല്ലാഹ് പഠിപ്പിച്ച ദീനിൽ തൊണ്ടയിൽ മീമുള്ളു കുരുങ്ങിയാല് വൈദാ ബലഗത്തിൽ ഹുൽഖുമോദി 7 പ്രാവശ്യം ഊതലില്ല. അള്ളാന്റെ റസൂല് പഠിപ്പിച്ച ദീനിൽ ഇതേപോലെയുള്ള ഏർപ്പാടുകൾ പഠിപ്പിച്ചിട്ടില്ല. കല്യാണം കഴിയാത്ത പെൺകുട്ടി സൂറത്ത് ത്വാഹ പച്ചപ്പട്ടിൽ എഴുതി ഓതി അത് അരയിൽ കെട്ടി നടക്കണം അള്ളാന്റെ റസൂല് പറഞ്ഞില്ല. പറമ്പ് വിൽക്കാൻ, അതേപോലെ വിറ്റ പറമ്പ് വാങ്ങാൻ, അതേപോലെ തറവാട് മുടിക്കാൻ, ഇതിനൊന്നും ആയത്ത് അള്ളാന്റെ റസൂലും പഠിപ്പിച്ചില്ല. കൂട്ടത്തിലൊരു ബിരുദൻ ഒരിക്കൽ ചോദിച്ചു, നിങ്ങളുടെ ഈ പരിപാടി അരമണിക്കൂറാണല്ലോ, അതൊന്ന് 1 മണിക്കൂറാക്കി കിട്ടാൻ എന്തെങ്കിലും വകുപ്പുണ്ടോ? ഇപ്പൊ മൂപ്പര മറുപടി, ഞമ്മക്കും പൂതിയില്ലാഞ്ഞിട്ടൊന്നുമല്ല, പക്ഷെ സ്പോൺസർമാരെ കിട്ടാനില്ല. എന്തേ അതിനൊരു ദിക്റുണ്ടാക്കിയാ പോരെ? ഈ നാട്ടിലുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ ദിക്റും സലാത്തും ഉണ്ട്, ഒരു സ്പോൺസറെ കിട്ടാൻ ദിക്റില്ല എന്ന് പറഞ്ഞാൽ ശരിയാവൂ? അതും വേണ്ട ഇസ്ലാമിൽ അങ്ങനെയാകുമ്പോ. അപ്പൊ ഈ ജാതി എല്ലാ ആളുകൾക്കും ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ ഇമാം മാലിക് പറഞ്ഞു, അങ്ങനെ ഉണ്ടാക്കിയാൽ റസൂലിനെ വഞ്ചിച്ചു എന്ന് വാദിക്കലാണ്. കാരണം എന്താ? അള്ളാഹു പറയുന്നത് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. നിങ്ങളുടെ ദീൻ നാം നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നു എന്നാണ്. നിങ്ങളുടെ ദീൻ നാം നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നു. അത് അനുഗ്രഹമായി അള്ളാഹു എടുത്തു പറയുന്നു. ഈ ദീൻ അംഗീകരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിശ്വാസം എങ്ങനെയായിരിക്കണമെന്ന്, അവന്റെ കർമ്മങ്ങൾ എങ്ങനെയായിരിക്കണമെന്ന്, അവനെങ്ങനെയാണ് ഈ ലോകത്ത് ജീവിക്കേണ്ടത് എന്ന്, അവന്റെ ദിക്റുകൾ എന്ത്, അവന്റെ ദുആകൾ എന്ത്, അവന്റെ പ്രാർത്ഥനകൾ എന്ത്, അവന്റെ നമസ്കാരം എങ്ങനെ, അവന്റെ സക്കാത്ത് എങ്ങനെ, അവന്റെ ഹജ്ജ് എങ്ങനെ, അവന്റെ പുഞ്ചിരി എങ്ങനെ, അവൻ നഖം മുറിക്കേണ്ടതെങ്ങനെ, അവൻ മലമൂത്ര വിസർജനം നടത്തിയാൽ വൃത്തിയാക്കേണ്ടതെങ്ങനെ, അവൻ ചെരുപ്പ് ധരിക്കേണ്ടതെങ്ങനെ, അവൻ വസ്ത്രം ധരിക്കുമ്പോൾ എങ്ങനെയാണ് ധരിച്ചു തുടങ്ങേണ്ടത്, പുതിയ വസ്ത്രം ധരിക്കുമ്പോൾ അവൻ ചൊല്ലേണ്ട പ്രാർത്ഥന എന്ത്, ആകാശത്ത് മാസത്തിലൊരിക്കൽ മാസപ്പിറവിയുടെ അടയാളമായി ചന്ദ്രനെ കാണുമ്പോൾ അവൻ ചൊല്ലേണ്ട പ്രാർത്ഥന എന്ത്, ദിവസവും വാഹനത്തിൽ കയറുമ്പോൾ അവൻ ചൊല്ലേണ്ട പ്രാർത്ഥന എന്ത്, മലമൂത്ര വിസർജനത്തിനായി ടോയ്ലറ്റിലേക്ക് കടക്കുമ്പോൾ ചൊല്ലേണ്ട പ്രാർത്ഥന എന്ത്, ഇറങ്ങുമ്പോൾ ചൊല്ലേണ്ട പ്രാർത്ഥന എന്ത്, അത് കഴിഞ്ഞ് പള്ളിയിൽ കയറുമ്പോൾ ചൊല്ലേണ്ട പ്രാർത്ഥന എന്ത്, ഇറങ്ങേണ്ട പ്രാർത്ഥന എന്ത്, പള്ളിയിൽ കയറുമ്പോൾ വെക്കേണ്ട കാലേത്, ഇറങ്ങുമ്പോൾ വെക്കേണ്ട കാലേത് എന്നിങ്ങനെ മുഴുവൻ കാര്യങ്ങളും അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു. സമ്പൂർണമാണ് ദീൻ. ആ ദീനിൽ ഇങ്ങനെ ഒരു കാര്യം റസൂല് പഠിപ്പിച്ചിരുന്നില്ല എന്നാണല്ലോ പുതിയൊരു കാര്യം ഉണ്ടാക്കിയത് നല്ലതാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. അതാണ് അവൻ വാദിക്കുന്നത്. എന്നിട്ട് ലോകത്തുള്ള സകല മനുഷ്യർക്കും എന്താണ് ദീനി എന്ന് ബേസ് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വാചകം ഇമാം മാലിക് രേഖപ്പെടുത്തുക. എന്താ അദ്ദേഹം പറഞ്ഞെന്നറിയോ? ഫമാലം യകുൻ യൗമൈദിൻ ദീനൻ വലാ യകൂനുൽ യൗമ ദീന. ഫമാലം യകുൻ യൗമൈദിൻ ദീനൻ വലാ യകൂനുൽ യൗമ ദീന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ദീനല്ലാത്ത ഒരു കാര്യം ഇന്നത്തെ കാലത്ത് ദീനാവുകയില്ല. അപ്പൊ ഇന്നത്തെ കാലത്ത് ഒരു കാര്യം ദീനാവണമെങ്കിൽ എന്ത് വേണം?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ദീനാവണം. ഇത് മനസ്സിലാക്കാൻ ആർക്കെങ്കിലും പ്രയാസമുണ്ടോ? ഇല്ല. ഈ പ്രയാസം തീർക്കലാണ് യഥാർത്ഥത്തിൽ മുജാഹിദുകൾ നിർവഹിക്കുന്ന ഉത്തരവാദിത്വം. ഇത് ആളുകളോട് പറയാൻ, ഇത് ജനങ്ങളോട് പറയാൻ. ഞാൻ സാധാരണ പറയാറുള്ള ഒരു ഉദാഹരണമാണ്. ഇപ്പോ ഈ പ്രദേശത്ത് തുലാസ് ഇല്ല എന്ന് വിചാരിക്കും. നമ്മൾ കടകളിലൊക്കെ സാധനം തൂക്കുന്ന ത്രാസ് ഇല്ല, അല്ലെങ്കിൽ തുണി അളക്കണ മീറ്റർ ഇല്ല എന്ന് വിചാരിക്കും. അപ്പോ കച്ചവടക്കാർ വരും, വന്നിട്ട് ഇതാ 1 കിലോ പഞ്ചസാരയാണ്, എന്തോ 1 കിലോ എന്ന് പറഞ്ഞ സാധനം ഉണ്ട്, പക്ഷെ അത് എങ്ങനെയാ തൂക്കുക എത്രയാണെന്നൊന്നും നമുക്കാർക്കും അറിയില്ല. ഇത് 1 കിലോ പഞ്ചസാരയാണെന്ന് പറഞ്ഞ് നമുക്ക് തരും. ആ 1 കിലോ പഞ്ചസാരക്ക് ഇത്രയാണ് വില എന്ന് പറയും, അത് വാങ്ങും പോവും. ഇത് 2 മീറ്റർ തുണിയാണെന്ന് പറയും, ആ തുണി തരും, നമ്മളത് വാങ്ങും, അവര് പോവും. അങ്ങനെ കുറച്ച് ആളുകൾ പുറത്തൊക്കെ പോയി പല നാടുകളും കണ്ട് ലോകത്തെ പറ്റി മനസ്സിലാക്കി, അത് വായിച്ച് പഠിച്ച് അവര് മനസ്സിലാക്കി ഈ കിലോ എന്നൊന്നും പറഞ്ഞത് കമ്മട്ട കണക്കല്ല, അതിനൊരു കൃത്യമായൊരു രൂപമുണ്ട്. 1 കിലോ എപ്പോഴാ ആകുക, അതെപ്പോഴാ 2 കിലോ ആകുക, 1 മീറ്റർ എപ്പോഴാ ആകുക, അതെപ്പോഴാ 1/2 മീറ്റർ ആകുക, അതെപ്പോഴാ 1.25 മീറ്റർ ആകുക. ഇതിനൊക്കെ ഒരു കണക്കും കാര്യമൊക്കെ ഉണ്ട്. അല്ലാതെ ഓരോരുത്തർ വന്ന് 1 കിലോ എന്ന് പറയാ, ഒരാൾ 1 കിലോ ഒന്ന്, വേറൊരാൾ 1 കിലോ വേറൊന്ന്, വേറൊരാൾ 1 കിലോ വേറൊന്ന്, അങ്ങനൊന്നും ഉണ്ടാവില്ല എന്നിവര് മനസ്സിലാക്കി. അങ്ങനെ ഇവര് പറഞ്ഞു, എടാ ഇങ്ങനെ ഒരു തുലാസ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്, അതുപോലെ മീറ്റർ ടാപ്പ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ഇത് വെച്ചിട്ടാണ് ബാക്കിയുള്ള നാടുകളിലൊക്കെ ഇത് അളക്കുകയും തൂക്കുകയൊക്കെ ചെയ്യുന്നത്, ഞമ്മക്കും അതൊന്ന് കൊണ്ടുവരണം എന്ന്. അങ്ങനെ ഇവരിങ്ങനെ നാട്ടുകാർ ഇങ്ങനെ ഒരു സാധനം ഉണ്ട് എന്നുള്ള ചർച്ചയായി. പിറ്റത്തെ ആഴ്ച ഈ സാധനം വിൽക്കാൻ ആളുകൾ വന്ന ആളുകളും ഇത് കേട്ടു. സ്വാഭാവികമായി നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ആരായിരിക്കും ഈ ത്രാസ് ഇന്നാട്ടിൽ വരുന്നതിന് ആദ്യം എതിർക്കുക? അതുവരെ ജനങ്ങളെ ചൂഷണം ചെയ്ത് കച്ചവടം നടത്തിയാൽ ആരുണ്ടോ ഓല് എതിർക്കും. കാരണം എന്താ? അതുവരെ ഓന് 750 ഗ്രാമാണ് 1 കിലോ എന്ന് പറഞ്ഞ് വിറ്റത്. ഇത് ഈ സാധനം വന്നാൽ ഇനി 750 വിൽക്കാൻ പറ്റൂല, 1 കിലോ കൊടുക്കേണ്ടി വരും. അതുവരെ 1 മീറ്റർ 75 സെന്റിമീറ്റർ ഉള്ള സാധനമാണ് 2 മീറ്റർ എന്ന് പറഞ്ഞ് വിറ്റത്. ഇനി 2 മീറ്റർ എന്ന് പറഞ്ഞാൽ ആ നാട്ടിൽ വന്ന് ടപ്പ് എന്ന് തുണി പൊട്ടിക്കുമ്പോ ആളുകൾ ചോദിക്കും, മോനെ അതൊക്കെ പണ്ട്, ഇപ്പൊ ടാപ്പ് ഉണ്ട്, എടുക്ക് നോക്കട്ടെ അളക്കട്ടെ എന്ന് പറയും. അപ്പൊ ഈ കച്ചവടക്കാരെന്ത് പറയും? ദാ ഈ ത്രാസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, മീറ്റർ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, നമ്മളെ നാട്ടിലേക്ക് അടുപ്പിക്കാൻ പറ്റൂല. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് നാട്ടിൽ കുഴപ്പവും ഭിന്നതയൊക്കെ ഉണ്ടാക്കിയ സാധനമാണ്. നമുക്ക് ടാപ്പും വേണ്ട, തുലാസും വേണ്ട. ഈ കാലം വരെ നിങ്ങൾ ഇപ്പൊ വാങ്ങാൻ തുടങ്ങിയല്ല അരി. എന്റെ വാപ്പാന്റെ വാപ്പ ഇവിടെ അരിയും പഞ്ചസാരയും കൊണ്ടുവന്ന് വിറ്റിട്ടുണ്ട്, ഓലൊക്കെ തൂക്കി വാങ്ങിയതാ അല്ല, ഞങ്ങൾ തരുന്ന 1 കിലോ വാങ്ങി വെച്ചതല്ലേ, ഞങ്ങൾ 1/2 കിലോ പഞ്ചസാര. എന്നിട്ട് ഓർക്കാർക്കെങ്കിലും മധുരം കുറഞ്ഞു വീണോ? ഈ ജാതി ചോദ്യമൊക്കെ ചോദിച്ച് ബേജാറാക്കാരാ തട്ടിപ്പ് നടത്തുന്ന ആളുകൾ ചിലപ്പോ അതൊക്കെ പറയും. എന്നാ ഇത് കിട്ടിയാലോ, ഇത് നമ്മൾ അങ്ങാടിയിൽ വെച്ചു, ഈ പറഞ്ഞമാതിരി വന്നു, സാധനം വന്നു, ഇതാ 1 കിലോ അരി പറയല്ലേ, വെക്ക്, അതിന്റെ മുകളിൽ വെക്ക്. അപ്പൊ ഇങ്ങനെ വെച്ചപ്പോ 750. അപ്പൊ ജനങ്ങൾ പറയും അതവിടെ മാറ്റി അടുത്തെടുത്തപ്പോ 1000, 1 3 0. ആദ്യപ്പുറത്ത് വെച്ചോ, മറ്റേത് വെച്ചപ്പോ 600, അത് വേറെ മാറ്റി വെക്ക്. ഇങ്ങനെ ആളുകൾക്ക് ഇത് തൂക്കി ഏതാണ് 1 കിലോ ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ വേഗം കഴിയും. എന്നാ ഈ ത്രാസ് എന്നൊന്നും പറഞ്ഞ സാധനം നമ്മക്കതൊന്നും മനസ്സിലാവില്ല. അതൊക്കെ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൽ 1 മാത്രമല്ല അതിന്റെ കൂടെ 3 പൂജ്യമൊക്കെ ഉള്ളതാണ്. അതൊക്കെ ഉണ്ടോ ഞമ്മക്ക് മനസ്സിലാണ് സാധാരണക്കാര്. അവർ 1 കിലോ എന്ന് പറഞ്ഞാൽ നമ്മളത് വിശ്വസിച്ചാ പോരെ, അങ്ങനെയല്ല ഇക്കാലം വരെ നമ്മളൊക്കെ ജീവിച്ചത് എന്ന് കുറെ ആളുകൾ പറഞ്ഞാൽ അതൊരു ശരിയായ നടപടിയാണോ? ഈ അളവ് പാത്രം, ഈ ടാപ്പ് നൽകാൻ അപ്പൊ വേറെ കുറെ ആളുകൾ ഉണ്ടാവും. ചിലപ്പോ ഇപ്പൊ തന്നെ ഇതുപോലൊരു കച്ചവടക്കാരൻ വന്നു, മൂപ്പരിങ്ങനെ തുണി വിൽക്കുകയാണ്. ഒരു കൂട്ടർ പറഞ്ഞു ഇത് 2 മീറ്റർ ഇല്ല, വേറൊരു കൂട്ടർ പറഞ്ഞു അല്ല 2 മീറ്റർ ഉണ്ട്. അപ്പം വേറൊരു കൂട്ടർ അതൊന്നല്ല 2 മീറ്റർ ഉണ്ട് എന്ന് പറഞ്ഞത് ശരിയാണ്, 2 മീറ്റർ ഇല്ല എന്ന് പറഞ്ഞത് ശരിയാണ്, നമ്മൾ അതിൽ ഇടപെടേണ്ടതില്ല എന്ന് പറയുന്നത് ശരിയാണോ? അല്ല. ഇത് തർക്കം തീർക്കാൻ എന്തെങ്കിലും ഒരു സംഘർഷത്തിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. എന്ത് ചെയ്താൽ മതി? ആ ടൈലറെ വിളിച്ചിട്ട് എന്റെ ടാപ്പ് നോട്ടി കാട്ടിയ എടുത്തിട്ട് അളന്ന് തീർന്ന്. 2 മീറ്റർ ഉണ്ടോ? ഉണ്ട്. ഇല്ലേ? ഇല്ല. ഈ അളവുകോലുകൾ സമൂഹത്തിന് നൽകുക എന്ന ഉത്തരവാദിത്തം അതാണ് മുജാഹിദുകൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. അടിസ്ഥാനപരമായി അതാ മുജാഹിദുകൾ ചെയ്യുന്നത്. ഈ അളവുകോലുമായി ബന്ധപ്പെടുത്തി നിങ്ങൾ പരിശോധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ബുദ്ധി നൽകി. അതിവിടുത്തെ KNMന്റെ പ്രസിഡന്റിന് മാത്രം നൽകിയതല്ല, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന പ്രസിഡന്റിന് മാത്രം നൽകിയതല്ല, ഒരു നാട്ടിലെ ഖാദിക്ക് മാത്രം നൽകിയതല്ല, ഏതെങ്കിലും ഒരു സംഘടനയുടെ നേതാവിനോ പ്രസിഡന്റിനോ സെക്രട്ടറിക്കോ മാത്രം നൽകിയതല്ല.
ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ് കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. തീർച്ചയായും നിങ്ങൾക്ക് കേൾവി നൽകിയിട്ടുണ്ട്, അതേപോലെ തന്നെ കാഴ്ച ശക്തി നൽകിയിട്ടുണ്ട്, കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാനുള്ള ബുദ്ധിയും നൽകിയിട്ടുണ്ട്. അത് വെറുതെ നൽകിയതല്ല. കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. നാളെ പരലോകത്ത് മരണശേഷം റബ്ബിന്റെ കോടതിയിൽ ഹാജരാക്കപ്പെടുന്ന സമയത്ത് എന്തിനാണ് നീ നിന്റെ കണ്ണുപയോഗിച്ചത്, എന്തിനാണ് നീ നിന്റെ കേൾവി ഉപയോഗിച്ചത്, എന്തിനാണ് നീ നിന്റെ ഹൃദയം ഉപയോഗിച്ചത് എന്ന് ചോദിക്കുകയും അതിന് മറുപടി പറയേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, അത് നമ്മൾ ഉപയോഗിക്കൂലേ? എന്റെ കുട്ടിക്ക് സുഖമില്ല, കുറെ കാലായി, ഇവിടെ ഒരു ഡോക്ടറെ കാണിച്ചു, നടുവണ്ണൂർ പോയി ഡോക്ടറെ കാണിച്ചു, ഉള്ളിയേരി പോയി കാണിച്ചു, ഉള്ളിയേരി പുതിയ മെഡിക്കൽ കോളേജിൽ കാണിച്ചു, എന്നിട്ടൊന്നും റെഡിയാണില്ല. അപ്പൊ നമ്മളിങ്ങനെ ഇനി ആരെ കാണിക്കണം എന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു, കോഴിക്കോട് നല്ലൊരു ഡോക്ടർ, അയാളെ കാണിച്ചാൽ നല്ലതാണ് എന്ന് പറഞ്ഞു. എന്താണ്? അലോപ്പതി തന്നെയാണ്, നല്ല ഡോക്ടർ. അയാൾ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ വേറൊരാൾ വന്നിട്ട് പറഞ്ഞു, നീ ഇതുവരെ കാണിച്ചൊക്കെ ഈ അലോപ്പതി ഡോക്ടർമാർക്കല്ലേ, ഇതിന് ഏറ്റവും നല്ല ചികിത്സ ആയുർവേദത്തിലാണ്, അതാണ് നല്ലത്, നീ ആ പേരാമ്പ്ര അല്ലെങ്കിൽ അവിടെ പോയിട്ട് ആയുർവേദ ഡോക്ടറെ കാണും. വേറൊരാൾ പറഞ്ഞു. രാത്രി വന്നാൾ ഇങ്ങനെ കുട്ടീനെ നോക്കി രോഗമൊക്കെ ചോദിച്ച്, ഈ രോഗം ഉണ്ടല്ലോ, ഇത് ആയുർവേദവും അലോപ്പതിയും ഒന്നും കേട്ട് കളിച്ചാൽ മാറൂല, കുട്ടികൾക്ക് നല്ലത് ഹോമിയോ ആണ്, അതുകൊണ്ട് നീ നല്ലൊരു ഹോമിയോ ഡോക്ടറെ കാണിക്കണം, ആ കോഴിക്കോട് ഹോമിയോ മെഡിക്കൽ കോളേജിൽ നല്ല ഡോക്ടർമാരുണ്ട്, കാണിക്കണം. നമ്മൾ എന്താ തീരുമാനിക്കുക? ഒരുത്തം പറയണ അലോപ്പതി, മറ്റവൻ പറയണ ഹോമിയോപ്പതി, മറ്റവൻ പറയണ ആയുർവേദം മതി, എന്റെ കുട്ടീനെ ഞാനിവിടെയും കൊണ്ടുവന്നില്ല, അവിടെ കിടക്കട്ടെ മരിക്കട്ടെ എന്ന് നമ്മൾ ആരെങ്കിലും തീരുമാനിക്കുമോ? ഇല്ല. ഓരോരുത്തരും പറഞ്ഞതിൽ നിന്ന് ഏതാണ് ശരി എന്ന് മനസ്സിലാക്കി നമ്മൾ നമ്മളെ കുട്ടിയെ ഡോക്ടറുടെ അരികിൽ കൊണ്ടുപോകും. അല്ലാതെ എനിക്കതൊന്നും മനസ്സിലായി, ഞാൻ അലോപ്പതിയും പഠിച്ചിട്ടില്ല, ഞാൻ ആയുർവേദം പഠിച്ചിട്ടില്ല, ഞാൻ അതേപോലെ ഹോമിയോപ്പതിയും പഠിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ എന്റെ കുട്ടിയെ എവിടെയും കൊണ്ടുപോകില്ല, എനിക്കത് കേൾക്കാൻ വേണ്ട എന്ന് നമ്മൾ ആരെങ്കിലും പറയുമോ? പറയില്ല. ദുനിയാവിന്റെ കാര്യത്തിൽ ഇനി ഒരു കച്ചവടം നടന്നു, കുറച്ച് പൈസ ഉണ്ട് കയ്യിൽ, ഗൾഫിൽ നിന്ന് വന്നതാണ്, നാട്ടിൽ തന്നെ ജീവിക്കണം എന്നുണ്ട്. അപ്പൊ എന്താണ് ഇങ്ങനെ കൂട്ടുകാരോടൊക്കെ ചോദിക്കുമ്പോൾ ഒരാൾ പറഞ്ഞു, ഇപ്പൊ നാട്ടിൽ ടെക്സ്റ്റൈൽസ് തുടങ്ങലാണ് നല്ലത്. ഒരുത്തൻ പറഞ്ഞു. മറ്റവൻ പറഞ്ഞു, വെറുതെ ടെക്സ്റ്റൈൽസ് ഒക്കെ തുടങ്ങി അവിടെ നമ്മൾ ഇങ്ങനെ ഇരിക്കണം, അതിനെ അളന്നു കൊടുക്കാനും മുറിച്ചു കൊടുക്കാനും നിൽക്കണം, റിയൽ എസ്റ്റേറ്റ് ആണ് ഏറ്റവും നല്ലത്, അതാകുമ്പോൾ പെട്ടെന്ന് കിട്ടും, പോകുന്നുള്ളത് പറയില്ല, പെട്ടെന്ന് നമുക്ക് കിട്ടും, അതാണ് ഏറ്റവും നല്ലതെന്ന് വേറൊരുത്തൻ പറയും. വേറൊരുത്തൻ പറയാ എന്താ, ഈ റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ കച്ചവടം ഇതൊക്കെ പറഞ്ഞാൽ നമ്മൾ അധ്വാനിക്കണം, അതിനേക്കാൾ നല്ലത് എന്താ, ടൈക്കൂൺ ഉണ്ട്, ടോട്ടൽ ഫോർ യു ഉണ്ട്, അതേപോലെ ആട് ബിസിനസ് ഉണ്ട്, തേക്ക് ബിസിനസ് ഉണ്ട്, മറ്റേ പശു ബിസിനസ് ഉണ്ട്, ആ പൈസയിലിട്ടാൽ നമ്മൾ വീട്ടിലിരുന്നാൽ മതി, മാസാമാസം ചെക്കിങ് ഇങ്ങനെ വന്നോളും, നമുക്കൊരു പ്രശ്നവും ഇല്ല. ഇതൊക്കെ കേട്ടാ എന്താ പറയാ, ഈ പൈസയും കൊണ്ട് വന്നുകൊണ്ടാണല്ലോ ഇപ്പൊ ഈ ജാതി അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടായത്, മതി ഫാത്തിമ അടുപ്പ് കത്തിക്കുക, ഇതൊക്കെ അതിലിട്ട് കത്തിക്കുക, എന്നാ പിന്നെ അഭിപ്രായ വ്യത്യാസം ഒന്നും ഉണ്ടാവില്ല, പറയില്ലല്ലോ. ദുനിയാവിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കൂലല്ലോ, ഇല്ല. അതിനൊക്കെ നമുക്ക് ബുദ്ധിയുണ്ട്. പക്ഷെ അള്ളാന്റെ ഖുർആനിൽ ഇതാണുള്ളത് എന്നൊരു കൂട്ടർ വന്ന് പറഞ്ഞാൽ, ഖുർആനിൽ ഇല്ലാത്തത് വേറൊരു കൂട്ടരും പറഞ്ഞാൽ, ഈ ഖുർആനിലുള്ളത് സ്വീകരിക്കണം എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി മാത്രം എന്തേ നമുക്കുണ്ടാകുന്നില്ല? അവിടെ മാത്രം നമ്മൾ എന്താ പരാജയപ്പെട്ടു പോകുന്നത്? അത് പാടില്ല. അള്ളാഹുവിനോട് സമാധാനം പറയേണ്ടി വരും എന്ന ചിന്ത നമുക്കുണ്ടാകണം. ഇതാണ് മുജാഹിദുകൾ ഈ സമൂഹത്തോട് പറയുന്നത്. പുതിയ ഒരു കാര്യവും പറയുന്നില്ല, പുതിയത് ഒന്നും പഠിപ്പിക്കുന്നില്ല. ഏറ്റവും അടിസ്ഥാനപരമായി മാത്രമല്ല നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ മുജാഹിദുകൾ എന്ന് പറഞ്ഞാൽ പുത്തംവാദികളാണ്, ഒരു പുതിയ ഉണ്ടാക്കുന്നവരാണ്, ഭിന്നിപ്പുണ്ടാക്കുന്നവരാണ് എന്ന് പറഞ്ഞ് അവരെ മാറ്റി നിർത്താൻ ആർക്ക് കഴിയും? ഞാൻ പറഞ്ഞല്ലോ ദേശാഭിമാനിയിലെ ലേഖനം, ഈ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ പേര് മുജാഹിദുകൾ മാത്രമാണോ ഉപയോഗപ്പെടുത്തുന്നത്? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ ചരിത്രം, വക്കം മൗലവിയുടെ ചരിത്രം, കെ എം മൗലവിയുടെ ചരിത്രം, സീതി സാഹിബിന്റെ ചരിത്രം, അതേപോലെ കഴിഞ്ഞുപോയ സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും രാഷ്ട്രീയ നേതാക്കന്മാരുടെയും ചരിത്രം മുജാഹിദുകൾ മാത്രം അവകാശപ്പെടുന്നതാണോ? അല്ല. ഈ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് സമുദായത്തിന് പുറത്താണ്, കാഫിറായി പോയി എന്ന് ഫത്വ നൽകിയിട്ടുണ്ട് നമ്മുടെ പണ്ഡിതന്മാർ. എന്തിന്? അല്ലാഹ് ഇല്ല എന്ന് പറഞ്ഞിട്ടല്ല, അള്ളാഹിന്റെ റസൂലില്ല എന്ന് പറഞ്ഞിട്ടല്ല, പിന്നെയോ ഖുർആൻ ആളുകൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ മലയാളത്തിൽ പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞതിന്റെ പേര്.
ഖുർആൻ ഈ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ മലയാളത്തിൽ പറഞ്ഞു കൊടുക്കണമെന്ന് ആവശ്യപ്പെടുകയും അതിനുവേണ്ടി മുസ്ലിം ലിറ്ററേച്ചർ സൊസൈറ്റി രൂപീകരിക്കുകയും ആ മുസ്ലിം ലിറ്ററേച്ചർ സൊസൈറ്റിയുടെ പ്രതിനിധിയായി അന്നത്തെ ഇന്ത്യയിലെ സമ്പന്നനായിരുന്ന ഹൈദരാബാദ് നൈസാമിനെ സമീപിക്കുകയും ആ നൈസാമിൽ നിന്ന് സാമ്പത്തിക സഹായം ആവശ്യപ്പെടുകയും ആ ആവശ്യപ്പെട്ടതനുസരിച്ച് ഇവിടെ ആരംഭിക്കുകയും അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തതിന്റെ പേരിൽ പിന്നെയും വലിയമാര് ചെന്ന് മുടക്കിയത് കിട്ടിയില്ല എന്നുള്ള വേറൊരു വിഷയം. അതിന്റെ പേരിൽ മുഹമ്മദ് അബ്ദുറഹ്മാൻ കാഫിറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ മൊയ്ദ് മൗലവി മുജാഹിദുകൾ മാത്രം പറയുന്ന ആളാ. അദ്ദേഹം പറയാറുണ്ട്, ഒരിക്കൽ ഒരു പള്ളിയിൽ വാലി അറിയാൻ ചെന്നു, സ്വാതന്ത്ര്യ സമര കാലത്താണ്. എന്നിട്ട് മൂപ്പരിങ്ങനെ പറയാൻ, പള്ളിയിൽ നിന്ന് ഉറുദി പറയാൻ, നമ്മൾ ബ്രിട്ടീഷുകാരെ കീഴിലാണ്, ഇപ്പോ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യ സമര പോരാട്ടം നടക്കുന്നു എന്ന് പറയാൻ മഹാത്മാഗാന്ധിയുടെ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരാൾ എണീറ്റ് എന്ന് പറഞ്ഞു, ആ പേരിവിടെ പറയാൻ പറ്റൂല, കാഫിറിന്റെ പേരാണ്. അപ്പം മൊയ്ദ് മൗലവി ചോദിച്ചു, അങ്ങനെയാണ് ഖുർആനിലൊരു സൂറത്തിൽ നിങ്ങൾ ഓതൂലല്ലോ, തബ്ബത് യദാ അബീ ലഹബിൻ വതബ്, കൊടിയ കാഫിറിന്റെ പേരല്ലേ അതിലുള്ളത്, അപ്പൊ ആ സൂറത്തിൽ നിങ്ങളെ പള്ളിയിൽ ഓതൂലേ എന്ന് മൊയ്ദ് മൗലവി ചോദിച്ചു. എന്തിനാ മൊയ്ദ് മൗലവിയെ എതിർത്തത്? അദ്ദേഹം വഹാബിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് വഹാബിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്, KM മൗലവി വഹാബിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. അവരൊക്കെ ഈ സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കിയവരാണോ? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ കേരളത്തിലെ ആദ്യത്തെ യൂണിറ്റ് ഉണ്ടാകുന്നത് തലശ്ശേരിയിൽ. ആരാ പ്രസിഡന്റ്? സീതി സാഹിബ്, ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നായകൻ. രണ്ടാമത്തെ കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ യൂണിറ്റ് ഉണ്ടാകുന്നത് തിരൂരങ്ങാടിയിൽ. ആരാ പ്രസിഡന്റ്? KM മൗലവി, ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ മുന്നണി പോരാളി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കേരളത്തിൽ നേതൃത്വം നൽകിയ ഹൈന്ദവ നേതാക്കന്മാരോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് പോരാട്ടം നടത്തിയ ഈ മൊയ്ദ് മൗലവിയും മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബും ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ മുന്നണി പോരാളികൾ. ഇന്ത്യ രാജ്യത്തെ ഒരു പത്രമുടമക്കും അതേപോലെ പത്രാധിപർക്കും അവകാശപ്പെടാൻ കഴിയാത്ത ബന്ധം പരസ്പരം സൃഷ്ടിച്ചെടുത്ത രാമകൃഷ്ണപിള്ള, വക്കം മൗലവി എന്ന പത്രപ്രവർത്തന ചരിത്രത്തിലെ മഹാന്മാരായ രണ്ട് നക്ഷത്രങ്ങൾ. വക്കം മൗലവി ഇസ്ലാഹി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ പണ്ഡിതൻ. ഇവിടെയുള്ള പൊതുജനങ്ങൾ ഇതറിയണം. മുജാഹിദികൾ എന്ന് പറഞ്ഞാൽ എന്തോ നാട്ടിൽ ഭയങ്കര കുഴപ്പവും ഫിത്തിനെയൊക്കെ ഉണ്ടാക്കാൻ വരുന്ന ആളുകളാണ് എന്ന് വിചാരിക്കുന്നവരുണ്ടെങ്കിൽ, ഈ വക്കം അബ്ദുൽ ഖാദർ മൗലവി ഉണ്ടല്ലോ, കേരളത്തിലെ മുസ്ലിങ്ങൾ ഒരു ജാഥ നടത്തി. കേരളത്തിൽ എന്ത് പറഞ്ഞിട്ടെന്നറിയോ? വക്കം മൗലവിനെ പറ്റി 9ാം ക്ലാസ്സിലെ അറബി ബുക്കിൽ ഒരു പാട്ടുണ്ട്, അത് പാടാൻ പാടില്ല. മുനമ്പത്തെ ബീബീനെ പറ്റി പാടാം, മമ്പുറത്തെ തങ്ങളെ പറ്റി പാടാം, മറ്റേ ഒടുങ്ങാക്കാട് മക്കാമല ശേഖിനെ പറ്റി പാടാം, എല്ലാരെ പറ്റിയും പാടാം. അതൊക്കെ ദീനിൽ വലിയ പുണ്യമുള്ള കാര്യം. ഇത് ദീനിൽ പുണ്യമില്ല. സ്കൂളിലെ കുട്ടികൾ വക്കം മൗലവിന്റെ ചരിത്രം പഠിക്കാൻ അത് പാടിക്കോട്ടെ, അല്ലെങ്കിൽ ആ പാഠം പഠിക്കട്ടെ എന്ന് ഗവൺമെന്റ് തീരുമാനിച്ച് അങ്ങനെ ഒരു പാഠം ഉണ്ടാക്കിയതാണ്. അത് പറ്റൂല, അത് വഹാബിസമാണ് എന്ന് പറഞ്ഞ് നാട്ടിൽ മുഴുവൻ ജാഥയും പ്രകടനവും വെപ്രാളം വഴിതടയൽ ഇതൊക്കെ നടക്കുകയാണ്. അവസാനം ഗവൺമെന്റ് തീരുമാനിച്ചു, എന്നാ പിന്നെ വേണ്ട അലമ്പ്, ഈ ആളുകൾ വക്കം മൗലവിനെ പറ്റി പഠിപ്പിക്കേണ്ടെന്ന് മുസ്ലിങ്ങൾ പറയുകയാണെങ്കിൽ എന്നാ പിന്നെ പഠിപ്പിക്കേണ്ട, അവിടെ കിടക്കട്ടെ വിചാരിച്ചു. അങ്ങനെ ആ സമരമൊക്കെ വിജയിച്ച് മാഷന്മാരും കുട്ടികളൊക്കെ സ്കൂളെത്തി. ഇതിന് നേതൃത്വം നൽകിയ ഒരു മാഷുണ്ട്. മൂപ്പര് ഇങ്ങനെ നിന്നിട്ട് ആ സന്തോഷത്തിൽ, ഇനി ആ പാഠം മറിച്ചിട്ട് മക്കളെ അത് പഠിപ്പിക്കണ്ട, നമ്മളെ ഗവൺമെന്റ് എന്ത് ചെയ്തു, വഹാബിനെ പറ്റിയുള്ള പാഠം പഠിപ്പിക്കണ്ട എന്ന് തീരുമാനിച്ചു. അതുകൊണ്ട് 10ാമത്തെ പാഠം മറിച്ചിട്ട് 11ാമത്തെ പാഠമാണ് നമ്മൾ എടുക്കുന്നത് എന്ന ആവേശത്തെ പറഞ്ഞ് 11ാമത്തെ പേജിന്റെ പേര് ബോർഡിൽ എഴുതാൻ ചെന്നപ്പോ അപ്പുറത്തെ ക്ലാസ്സിൽ നിന്ന് സോഷ്യൽ എടുക്കണ മാഷ് പറഞ്ഞു, ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് വക്കം മൗലവിയെ പറ്റിയാണ്. അപ്പൊ ഈ മാഷ് ആലോചിച്ചു, നമ്മൾ സമരം ചെയ്തിട്ട് അവിടുന്ന് പോയിട്ടില്ലേ, ഇത് അറബി ബുക്കിൽ മാത്രമേ പോയിട്ടുള്ളൂ, അത്രേ പോകുള്ളൂ. കാരണം വക്കം മൗലവിയെ പറ്റി പറയാതെ കേരളത്തിലെ പത്രപ്രവർത്തനത്തെ കുറിച്ച് പറയാൻ കഴിയില്ല. തിരുവിതാംകൂറിലെ പത്രമാരണ നിയമങ്ങളെ കുറിച്ച് പറയണമെങ്കിൽ രാമകൃഷ്ണപിള്ളയെ കുറിച്ച് പറയണം, സർ CP രാമസ്വാമി അയ്യരെ കുറിച്ച് പറയണമെങ്കിൽ, അതേപോലെ അന്നത്തെ ദിവാൻമാരെ പറ്റി പറയണമെങ്കിൽ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ പറ്റി പറയണം. സ്വദേശാഭിമാനി എന്ന പേര് പറയുമ്പോ പത്രത്തെ പറ്റി പറയണം. ആ പത്രത്തെ പറ്റി പറയണമെങ്കിൽ വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ പറ്റി പറയണം.
വക്കം അബ്ദുൽ ഖാദർ മൗലവിക്ക് ഒരു മകനുണ്ട്. പേരെന്താണെന്നറിയോ? അബ്ദുൽ ഖാദർ. വാപ്പാന്റെയും മോന്റെയും പേരൊന്നാണ്. അപ്പൊ എന്തിനാ ഇങ്ങനെ പേരിട്ടത്? പേരിടാൻ കാരണം അക്കാലത്തുള്ള ഒരു വിശ്വാസം, ഭർത്താവിന്റെ പേര് ഭാര്യ പറഞ്ഞ ത്വലാഖായി. അങ്ങനെ നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, ഭർത്താവിന്റെ പേരെന്താണെന്ന് ചോദിച്ചപ്പോ 250 ഒരു ദീനുവാണ് എന്ന് പറഞ്ഞൊരു കഥ പറയാറുണ്ട്. നൂറുദ്ദീൻ എന്നാണ് പേര്. പക്ഷെ നൂറുദ്ദീൻ എന്ന് പറഞ്ഞാൽ എന്തായി? ത്വലാഖായി പോവും. അപ്പൊ കുട്ടികളുപ്പാന്റെ പേര് 250 ഒരു ദീനുവാണ് എന്നാണ്. ഇതേമാതിരി ഭർത്താവിന്റെ പേര് പറഞ്ഞാൽ ത്വലാഖായി പോകും എന്ന് വിശ്വസിച്ച ഒരു കൗമിന്റെ മുമ്പിൽ തന്റെ ഭാര്യയെ കൊണ്ട് തന്റെ പേര് വിളിപ്പിക്കാൻ അബ്ദുൽ ഖാദർ മൗലവി മകന് പേരിട്ടു അബ്ദുൽ ഖാദർ. ആ തരത്തിൽ ഈ സമൂഹത്തെ മാറ്റിയെടുത്തവർ. ഇനി ഇത് മുജാഹിദുകൾ മാത്രം അനുഭവിച്ച ഒരു മാറ്റമാണോ? കേരളത്തിലെ വിദ്യാഭ്യാസ ചരിത്രം പരിശോധിച്ചു നോക്കൂ നിങ്ങൾ. കേരളത്തിലെ ഒരു മതസംഘടന മുജാഹിദുകൾ മതത്തിന് പുറത്തു പോയവരാണെന്ന്, മുജാഹിദുകൾ ഈ മതത്തിന്റെ അപ്പുറത്ത് നിൽക്കുന്നവരാണെന്ന്, മുജാഹിദുകൾ മുസ്ലിം സമൂഹത്തിന്റെ ഭാഗമല്ലെന്ന് നാട് നീളെ പ്രസംഗിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവർ, മുജാഹിദുകൾ ഏതെങ്കിലും പ്രദേശങ്ങളിൽ ഇതേപോലെയുള്ള പ്രഭാഷണങ്ങൾ സംഘടിപ്പിച്ചാൽ അതിനെ ആളുകളുടെ മുമ്പിൽ ഇല്ലാതെയാക്കി തീർക്കുവാൻ വേണ്ടി നുണക്കഥകളുമായി രംഗത്ത് വരുന്ന പൗരോഹിത്യ സംഘം, അവരുടെ പൂർവികന്മാർ 1930 മാർച്ച് മാസത്തിൽ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് യോഗം ചേർന്ന് തീരുമാനിച്ചു, പെൺകുട്ടികൾ കയ്യെഴുത്ത് പഠിക്കാൻ പാടില്ല. മുസ്ലിം പെൺകുട്ടികൾ കയ്യെഴുത്ത് പഠിക്കാൻ പാടില്ല. എന്താ അങ്ങനെ പാടില്ല എന്ന് അപ്പം തീരുമാനിക്കാൻ കാരണം? കലാകാലങ്ങളായ ജനങ്ങൾ അത് വിശ്വസിച്ച് വന്നതാണ്. പഠിക്കാൻ പാടില്ല. പാടില്ലേ? പാടില്ല. നേരത്തെ പറഞ്ഞ മാതിരി 1 കിലോ ആണോ? എന്നാ 1 കിലോ തന്നെ. നമ്മളെന്തിനാ ചോദ്യം ചെയ്യണേ? നമ്മളെ വാപ്പാര് ചോദ്യം ചെയ്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ജീവിച്ചു. അതിനിടയിൽ ഇസ്ലാഹി പ്രസ്ഥാനം കടന്നു വന്നു. മുജാഹിദുകൾ കടന്നു വന്നുകൊണ്ട് വിദ്യാഭ്യാസം നേടണമെന്ന് പറഞ്ഞു, ദീൻ പഠിക്കണമെന്ന് പറഞ്ഞു, ഭൗതിക വിദ്യാഭ്യാസം നേടണമെന്ന് പറഞ്ഞു. അങ്ങനെ മുജാഹിദുകൾ ഈ മാറ്റം സമൂഹത്തിൽ സൃഷ്ടിച്ചപ്പോഴാണ് ഈ ആളുകൾ രംഗത്ത് വന്നുകൊണ്ട് പറഞ്ഞത് പെൺകുട്ടികൾ കയ്യെഴുത്ത് പഠിക്കാൻ പാടില്ല. ഏറും മോറും ഒക്കുക എന്ന് പറയലുണ്ട് മലപ്പുറം ജില്ലയിൽ. എന്ന് പറഞ്ഞാൽ ഒരാളിങ്ങനെ എറിഞ്ഞപ്പോ മറ്റോ